ആ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹലോ ശിവപാസ. ആ തോമച്ച പറഞ്ഞു. ശിവപാസ, ഞങ്ങൾക്ക് കുറച്ച് ആ, ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അത് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ചോദിച്ചോ തോമാച്ചോ ചോദിച്ചോ. ആ. ശിവപാസ, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കറയില്ലാത്ത ആ, സുറിയാനി സത്യവിശ്വാസം എങ്ങനെ കൈമാറാനായിട്ട് സാധിക്കും? അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയാമോ പാസ്റ്റർ? ഏതൊക്കെ വഴിയിലൂടെ എങ്ങനെയൊക്കെ സാധിക്കും എന്നതിനെക്കുറിച്ചൊന്ന് പറയാമോ? സുറിയാനി സഭയുടെ വിശ്വാസം അത് ഈ പൈതൃകമായിട്ടാണ് കൈമാറേണ്ടത്. ഇപ്പം നമ്മൾ ഈ ഈ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഒരു ലേക്കിൽ പോയപ്പോൾ ഒരു സായിപ്പ് ആ ബോട്ടിൽ ഇരിക്കുക. അപ്പോൾ ഒരു 1.5 വയസ്സാ കാണാം, 2 വയസ്സ് കഷ്ടിച്ച് കാണും സായിപ്പിൻ്റെ കൊച്ച്. വളരെ കൂളായിട്ട് ആ ബോട്ടിൻ്റെ സൈഡിൽ, ബോട്ട് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന തടാകത്തിൻ്റെ നടുക്കുന്ന് മീൻ പിടിക്കുക. അപ്പൊ ഈ സായിപ്പ് ആ കൊച്ചിനെ നോക്കുന്ന പോലും ഇല്ല. നമ്മളാണെങ്കിൽ 2 വയസ്സുള്ള ഒരു കൊച്ചിനെ അത്ര അശ്രദ്ധമായിട്ട് വെക്കുമോ? ആ കുഞ്ഞിൻ്റെ കയ്യിലും ചെറിയൊരു ചൂണ്ട കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്ര ചെറുപ്പത്തിലേ അത് പരിശീലിക്കുകയാണ്. അപ്പം അല്പം മുതിർന്നു കഴിയുമ്പം ആ കുഞ്ഞ് എത്ര സമർത്ഥമായിട്ട് ആ ലേക്കിനകത്ത് മീൻ പിടിക്കും. വേട്ടയ്ക്ക് പോകുന്ന ആളുകൾ അവരുടെ കൂടെ വേട്ടയാടാനും ഒപ്പം നടന്നും ആ സ്കില്ലുകൾ ഇവർ ചെറുപ്പത്തിലെ കൈവശമാക്കുകയാണ്. അതുപോലെ സുറിയാനി സഭയുടെ വിശ്വാസം, അതിൻ്റെ ദൈവശാസ്ത്രം, അതിൻ്റെ ലോകവീക്ഷണം, ഉപദേശം, ഈ കാര്യങ്ങളെല്ലാം ആ, സന്നിവേശിപ്പിച്ചാണ് നമ്മുടെ ആരാധനാക്രമം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ആരാധനാക്രമത്തിൽ നിന്നാണ് ഇതൊക്കെ കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്. അപ്പൊ ക്രമം എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് ചെറുപ്പം മുതൽ ഇൻവോൾവ് ആകുന്നതിലൂടെ ഈ സത്യവിശ്വാസം, ഈ ദൈവശാസ്ത്രം ഒക്കെ തലമുറകളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ സുറിയാനി സഭയുടെ തിയോളജി ആകട്ടെ, ഡോക്ട്രിൻ ആകട്ടെ, വേൾഡ് വ്യൂ ആകട്ടെ, ഇതെല്ലാം തലമുറകളിലേക്ക് കൈമാറാൻ ഒന്നാമത് ഈ വേട്ടയ്ക്ക് പോകുന്ന ആള് ആ, വീട്ടിൽ പറയുകയാണ് ഞാനൊരു വേട്ടക്കാരനാണ്, ഞാൻ വേട്ടയ്ക്ക് പോകുന്നു. അപ്പം ഇയാൾ വേട്ടയ്ക്കാണെന്ന് പറഞ്ഞ് പുറത്തു പോയി കറങ്ങി അടിച്ചിട്ട് എവിടുന്നെങ്കിലും ഒരു 5 കിലോ ഇറച്ചി മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് കാണിക്കുന്നതെങ്കിൽ ഇയാളുടെ ഒപ്പം പോകുന്ന കുഞ്ഞും ഒരു നമ്പർ 1 ഫ്രോഡായിട്ട് മാറും. മനസ്സിലായോ? ഇയാള് പിന്നെ മ്ലാവിനെ വെടിവെക്കാൻ പോയി, മാനിനെ വെടിവെക്കാൻ പോയി, പന്നിയെ വെടിവെക്കാൻ പോയി എന്നൊക്കെയാണ് പറയുന്നെങ്കിൽ അവന്റെ മകൻ പറയും ഞാൻ തിമിംഗലത്തെയാണ് പിടിച്ചോണ്ട് വരുന്നതെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഈ തലമുറകളിലേക്ക് ഈ സത്യവിശ്വാസം കൈമാറുന്ന ചോദ്യത്തിനേക്കാൾ പ്രധാനം ഇപ്പോഴത്തെ ഉള്ളവന്മാർക്ക് ഈ സത്യവിശ്വാസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളത്. ഈ തലമുറ സത്യവിശ്വാസം ഉണ്ടോ? ഈ തലമുറ യഥാർത്ഥ വിശ്വാസത്തിലാണോ നിൽക്കുന്നത്? അവര് പെന്തക്കോസ്തുകാരുടെ പാട്ടുകൾ പാടുകയും പെന്തക്കോസ്ത് പ്രസംഗങ്ങൾ പറയുകയും തീർത്തും ദൈവശാസ്ത്രത്തെക്കുറിച്ച് അവബോധമില്ലാതിരിക്കുകയും ചരിത്രവിരുദ്ധമായിട്ടും പൈതൃക വിരുദ്ധമായിട്ടും പ്രസംഗിക്കുകയും ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് തലമുറകളിലേക്ക് ഇപ്പൊ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരപ്പൻ മകനോട് പറയാം നീ സിഗരറ്റ് വലിക്കരുത് കേട്ടോ, അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞ് ആ മകൻ എത്രത്തോളം സ്വാധീനിക്കപ്പെടും? അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. തലമുറകളിലേക്ക് കൈമാറുന്ന നല്ല കാര്യമാണ്, പക്ഷെ ആദ്യം നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടാവണ്ടേ? ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ പക്ഷേ അടുത്ത ചോദ്യം മനോരഞ്ജൻ ചേട്ടൻ ചോദിക്കും. ആ, ഷിബുജ നമസ്കാരമുണ്ട്. നമസ്കാരം അല്ലേ. ഷിബുജ, തലമുറകളിലേക്ക് കൈമാറുക ഇപ്പോൾ ഉള്ള നമുക്ക് ഈ വിശ്വാസം എത്രമാത്രം ഉണ്ട്? ഇതായിരുന്നു ഷിബുജാൻ തൊട്ടു മുമ്പ് പറഞ്ഞു നിർത്തിയത്. ഈ സഭയ്ക്ക് ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടോ? അതായത് ഞങ്ങൾ യങ്സ്റ്റേഴ്സിനെ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന കുട്ടികളെ ഈ പറയുന്ന സത്യവിശ്വാസം പഠിപ്പിക്കാനായിട്ട് എന്തെങ്കിലും സിസ്റ്റം നിലവിൽ സഭയ്ക്കുണ്ടോ? ഈ സഭയില് നമുക്ക് സത്യവിശ്വാസം പഠിപ്പിക്കാൻ ഇപ്പൊ യാക്കോബായ സഭയിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഒരു സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത് സൺഡേ സ്കൂൾ പ്രസ്ഥാനമാണ്. സൺഡേ സ്കൂൾ എന്നുള്ളത് ഒരു പ്രൊട്ടസ്റ്റന്റ് ആശയമാണ്. അത് ഒരു സുറിയാനി പൈതൃകത്തിൽ വന്നിട്ടുള്ള ഒരു സംവിധാനമല്ല. അത് ഇംഗ്ലണ്ടിലെ അടിമക്കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി അവർ തുടങ്ങിയതാണ്. ഇംഗ്ലണ്ടിലെ
ഈ 12 വയസ്സ് മുതലുള്ള കുട്ടികളെ കൊണ്ട് കഠിനമായിട്ട് അവർ പണി ചെയ്യിക്കുമായിരുന്നു, അടിമകളായിരുന്നു. അപ്പം അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസമൊന്നുമില്ല. 15 മണിക്കൂറൊക്കെ ദിവസം പണി ചെയ്യേണ്ടി വരുന്ന കുട്ടികളാണ്. അപ്പം ഞായറാഴ്ച അവിടെ നിയമപരമായ അവധിയാണ്, നിർബന്ധിത അവധിയാണ് ഞായറാഴ്ച. ഞായറാഴ്ച എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവർക്ക് അതികഠിനമായ ശിക്ഷ കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഞായറാഴ്ച മാത്രമാണ് ഇവർക്ക് അവധിയുള്ളത്. അതുകൊണ്ട് ഈ ഞായറാഴ്ച ഒഴിവു ദിവസമായതുകൊണ്ട് ഈ അടിമപ്പണി ചെയ്യുന്ന കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി അവർ സൺഡേ സ്കൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അതൊരു ബിബ്ലിക്കൽ ട്രെയിനിങ് ഒന്നുമല്ല. പിന്നീട് ഈ അടിമ കച്ചവടമൊക്കെ അവസാനിച്ചപ്പോൾ ഈ സൺഡേ സ്കൂൾ എന്നുള്ള പ്രസ്ഥാനം പിന്നെ അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് ബൈബിളും ഒക്കെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. അങ്ങനെയാണ് ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആരംഭം. സത്യത്തിൽ ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനം പ്രൊട്ടസ്റ്റന്റ് ആശയമാണ്. അത് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. സുറിയാനി സഭയിലെ ആരാധനയിൽ പങ്കെടുക്കുന്നതിലൂടെ ഈ ജീവനും ഭക്തിക്കും ആവശ്യമായ എല്ലാ മേഖലകളിലും ഇവന് ദൈവത്താൽ എക്യുപ്ഡ് ആകാൻ സാധിക്കും. ഇനി സൺഡേ സ്കൂൾ വേണം എന്ന് നിർബന്ധമാണെങ്കിൽ ഈ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കേണ്ടത് ആരാധനാക്രമം വേണം പഠിപ്പിക്കാൻ. എത്ര സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ആരാധനാക്രമം പഠിപ്പിക്കുന്നുണ്ട്? ഇപ്പൊ പ്രൊട്ടസ്റ്റന്റ് സിലബസ് ആണ് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഇപ്പം ആരാധനാക്രമം പഠിപ്പിക്കുക 1-ാം ക്ലാസ് മുതൽ, അല്ലെ സൺഡേ സ്കൂൾ ഏത് ക്ലാസ് തൊട്ടുണ്ട് ആ ക്ലാസ് തൊട്ട് ആരാധനാക്രമം പഠിപ്പിക്കുക. ഇപ്പം നമ്മുടെ ഗീതങ്ങൾ ആലപിക്കേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ നിറങ്ങൾ എങ്ങനെയാണ്, ആ ഗീതങ്ങളുടെ അർത്ഥങ്ങൾ എന്താണ്, കുർബാന എന്താണ്, ഓരോ പെരുന്നാളുകൾ, എത്ര നോമ്പുകളാണുള്ളത്, പെരുന്നാളുകൾ, അതിൻ്റെ ക്രമങ്ങൾ, പിന്നെ വിവിധ നിറങ്ങൾ, ഓരോ നിറവും ഏതൊക്കെ ഫീസ്റ്റിലാണ് പിന്നെ അത് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് ഒരു 12 ക്ലാസ് ആകുമ്പോൾ ആരാധനാക്രമത്തിൽ നല്ല വിൽപ്പത്തിയുള്ള ആളുകളായിട്ട് ഈ സൺഡേ സ്കൂൾ ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒരു സൺഡേ സ്കൂൾ ഗ്രാജുവേറ്റ് ഇറങ്ങി വന്നാൽ അവന് ഈ സുറിയാനി ഭാഷയിലും സാമാന്യ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഇവന് ഈ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ, ഇനി അത്യാവശ്യം ഒരു കൗമാ പ്രാർത്ഥനയെങ്കിലും സുറിയാനി ചൊല്ലാൻ കഴിവുള്ള എത്ര സൺഡേ സ്കൂൾ അധ്യാപകർ നമുക്കുണ്ട്. വിദ്യാർത്ഥികളുടെ കാര്യം പോട്ട്. അപ്പൊ സുറിയാനി സഭയുടെ സൺഡേ സ്കൂൾ അധ്യാപകനാന്ന് പറയുന്ന ഒരാളോട് ഇനി മിനിമം കൗമാ ചൊല്ലിയില്ലേലും ആബൂന്റെ പശ്മായോ എങ്കിലും ഒന്ന് ചൊല്ലാമോ എന്ന് ചോദിച്ചാൽ ഇപ്പം ശങ്ക കൂടാതെ അത് ചൊല്ലാൻ പറ്റുന്ന എത്ര സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട്. ഇപ്പൊ സൺഡേ സ്കൂൾ അധ്യാപകരുടെ മീറ്റിംഗ്, വാർഷിക മീറ്റിംഗ് ഒക്കെ വരുമ്പം ചോദിക്കുകയാണ്, ഇത് സുറിയാനി സഭയുടെ സൺഡേ സ്കൂൾ അധ്യാപകനാണ്, ഈ സുറിയാനിയിൽ ഈ സ്വർഗസ്ഥനായ പിതാവ് എങ്കിലും ഒന്ന് ചൊല്ലാൻ പറ്റുമോ? അപ്പൊ അത് എന്തുമാത്രം പരാജയമാണെന്ന് ഓർക്കണം. അതായത് നീന്തൽ ഒട്ടും അറിയാൻ വരാത്ത ആളുകൾ ഈ നീന്തൽ ട്രെയിനിങ് നടത്തുന്നല്ലേ കരക്കിരുന്നിട്ട്. അപ്പൊ അതുകൊണ്ട് വലിയ പരാജയമല്ലേ സുറിയാനി സഭയുടെ സത്യവിശ്വാസം എന്ന് ഇവർ പറയുന്നല്ലാതെ സുറിയാനിയിൽ ഇത് ഒന്നും ചൊല്ലാൻ അറിയത്തില്ല, പ്രാർത്ഥനകൾ അറിയത്തില്ല, ഗീതങ്ങൾ അറിയത്തില്ല, ഇതൊന്നും അറിയത്തില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു യാക്കോബായ സഭയിലെ. അതിനകത്ത് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നും ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നും പിന്നെ കരുവേലകത്തിൽ തൂങ്ങിക്കിടന്ന ആരാണ്. അപ്പം ഈ കരുവേലകത്തിൽ ആരെങ്കിലും തൂങ്ങിക്കിടക്കട്ടെ. ഇപ്പൊ കരുവേലകത്തിൽ തൂങ്ങിക്കിടന്നാണോ വിഷയം? അപ്പൊ സഭയുടെ സത്യവിശ്വാസം വിസ്മൃതമായി പോയി എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ പാട്രിസ്റ്റിക്സ്, നമ്മുടെ പിതാക്കന്മാരെ പറ്റി തന്നെ എന്തുമാത്രം പഠിക്കാനുണ്ട്, നമ്മുടെ സഹോദരന്മാരെ പറ്റി പഠിക്കാനുണ്ട്. അവർ ഉയർത്തിപ്പിടിച്ച വിശ്വാസം, ആ കാലഘട്ടത്തിലെ ചരിത്രം, ഭൂമിശാസ്ത്രം. ഇപ്പോൾ സൺഡേ സ്കൂൾ സിലബസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജായിട്ട് പഠിക്കാനുണ്ട്. സുറിയാനി സഭയുടെ കൗൺസിലുകൾ, ആ കൗൺസിലുകളിൽ വന്നിട്ടുള്ള ഉപദേശങ്ങൾ, 80 ഹെരസീസ് നമ്മുടെ പിതാക്കന്മാർ ഡീൽ ചെയ്തതാണ്. ആ ഹെരസീസൊക്കെ എന്താണ്? അപ്പം ഇങ്ങനെ സഭയുടേതായിട്ടുള്ള ദൈവശാസ്ത്രവും ചരിത്രവും ആരാധനാക്രമവും. അപ്പം 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്ന് നമ്മുടെ ഹിസ്റ്ററി, 2 നമ്മുടെ തിയോളജി, 3 നമ്മുടെ ലിറ്റർജി. അപ്പോൾ ഹിസ്റ്ററി, തിയോളജി, ലിറ്റർജി എന്ന് പറഞ്ഞ ഈ 3 സെക്ഷനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിപ്പിക്കേണ്ടത്. ബൈബിള് അവിടെ ഒന്നും വരുന്നില്ല. ബൈബിൾ അങ്ങനെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് പഠിക്കുന്നതിലൂടെ എസെൻഷ്യൽ ബൈബിൾ വേഴ്സസ് എല്ലാം അതിനകത്ത് ഇൻകോർപ്പറേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, അത്യാവശ്യം വേണ്ട ബൈബിൾ വാക്യങ്ങളൊക്കെ. ഇപ്പൊ ബൈബിൾ എന്ന് പറഞ്ഞ ഒരു പൊതിക്കാത്ത തേങ്ങയാണ്. ഈ പൊതിക്കാത്ത തേങ്ങ എടുത്തിട്ട് നമ്മൾ ആളുകളുടെ തലക്കെട്ടടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സഭയാകുന്ന മാതാവ് ഈ തേങ്ങ പൊതിച്ച് അതിനകത്ത് നിന്ന് തേങ്ങയുടെ കാമ്പെടുത്ത്, തേങ്ങാ പീര എടുത്തു, തേങ്ങാ പാലെടുത്തു,
തേങ്ങ കൊത്തിയെടുത്തു. അതൊക്കെ കറികൾക്കകത്തും പലഹാരങ്ങൾക്കകത്തും കൃത്യമായി ചേർത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു തറവാട്ടിൽ ജനിച്ച് വളരുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് തേങ്ങയുടെ കുറവ് വരുന്നില്ല. കാരണം അവന് തേങ്ങാപ്പാലായിട്ടും പുട്ടിനകത്ത് തേങ്ങാപ്പീരിയായിട്ടും പിന്നെ തോരനകത്ത് അരച്ച തേങ്ങയായിട്ടും ഈ കറികൾക്കകത്തു നിന്നും എല്ലാം പിന്നെ വെളിച്ചെണ്ണയായിട്ടും ഒക്കെ ഈ തേങ്ങയുടെ എസൻസ് അവന് കിട്ടുന്നുണ്ട്. അതേസമയം നമ്മൾ ഇത് തേങ്ങ വേണമെന്ന് പറഞ്ഞ് തേങ്ങ വെച്ച് ആളുകളുടെ തലക്കെട്ടടിക്കുക, ഈ തേങ്ങ എടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ പൊതിക്കാത്ത തേങ്ങയ്ക്ക് തുല്യമാണ് ബൈബിള്. അതുകൊണ്ടാണ് ഈ ബൈബിൾ ക്യാരി ചെയ്തുകൊണ്ട് ഈ പെന്തക്കോസ്തുകാർ പോകുന്നത്. പക്ഷേ ഒരു സുറിയാനിക്കാരൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ബൈബിൾ പിടിച്ചാണോ? അച്ഛൻ ബൈബിൾ പിടിച്ചോണ്ടാണോ കുർബാനയ്ക്ക് പോകുന്നത്? അത് പെന്തക്കോസ്തുകാരാണ് ഈ ബൈബിൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അപ്പം ഇന്ന് യാക്കോബക്കാർ മുഴുവൻ ബൈബിൾ പിടിച്ചും ബൈബിൾ ക്ലാസ്സും ബൈബിൾ ക്വിസും ഒക്കെ നടത്തുകയാണ്. അത് അങ്ങേയറ്റം ആക്ഷേപകരമാണ്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. പ്രൊട്ടസ്റ്റന്റ് പാരമ്പര്യത്തിൽ നിന്നാണ് ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനം സഭയിലേക്ക് വരുന്നതെന്ന്. ഷുജ, എൻ്റെ ഒരു സംശയം, സഭയുടെ പാരമ്പര്യത്തില് കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ സഭയുടെ ചരിത്രം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ സഭയുടെ സത്യവിശ്വാസം പഠിപ്പിക്കാനായിട്ട് ആരാധനയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ഏതെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നോ? ആരാധനയിൽ നിന്ന് വ്യത്യസ്തം എന്നുള്ള വാക്കല്ല, ഇതരമായിട്ട്. ഇതരമായിട്ട്, ഓക്കെ ഓക്കെ. ആരാധനയിൽ നിന്ന് ഇതരമായിട്ട് അങ്ങനെ ഉള്ളത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഞാനിപ്പോ പുരാതന കാര്യമല്ല ചോദിക്കുന്നേ. പാരമ്പര്യത്തില് നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് ആണ്, കഥകൾ പറഞ്ഞു കൊടുക്കുക. അന്ന് ടി വിയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ കുട്ടികൾക്ക് എപ്പോഴും മുതിർന്ന ഒരു കഥ പറഞ്ഞു കൊടുക്കും. ജോലി സ്ഥലത്തായാലും കൃഷി സ്ഥലത്തായാലും വീട്ടിലായാലും അത്താഴത്തിന്റെ സമയത്തായാലും ഉറങ്ങാൻ കിടക്കുമ്പോഴാണെങ്കിലും ബെഡ് ടൈം സ്റ്റോറീസ്, ഡിന്നർ ടൈം സ്റ്റോറീസ്. പിന്നെ അപ്പോൾ എപ്പോഴും ഇങ്ങനെ സ്റ്റോറീസ് പറയാം. അപ്പോൾ സ്റ്റോറീസിലൂടെ നമ്മുടെ പിതാക്കന്മാരെ പറ്റിയും അവരനുഭവിച്ച കഷ്ടതയെ പറ്റിയും അവരെന്തിനാണ് ആ കഷ്ടത അനുഭവിച്ചതെന്ന്, അപ്പോൾ റിലേറ്റഡ് ആയിട്ട് ഈ ഉപദേശവും നമ്മുടെ ഹിസ്റ്ററിയും എല്ലാം അങ്ങ് വരും. അങ്ങനെയാണ്. പിന്നെ ഫോക്ക് സോങ്സ് ആയിട്ട്, നമ്മുടെ ഗീതങ്ങളായിട്ട്. അപ്പം അങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളിലും അവരുടെ ചരിത്രവും അവരുടെ പൈതൃകവും പാട്ടുകളിലൂടെയാണ്. ബല്ലാഡ്സ് എന്നൊക്കെ നമ്മൾ യൂറോപ്പിൽ പറയുന്നത് ഈ നാടൻ പാട്ടുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മലങ്കരയിൽ ഇങ്ങനെ ഒരു സഭാ പൈതൃകം, സഭാ പാരമ്പര്യം ഇല്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം മലങ്കരയിൽ അങ്ങനെ ഒരു പാട്ട് നമുക്ക് കിട്ടാനില്ല. റംബാം പാട്ടെന്ന് പറഞ്ഞ് കുറച്ച് പാട്ടുണ്ട്. അപ്പൊ അതിന്റെ പൗരാണികതയും അതിന്റെ ആധികാരികതയും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പക്ഷെ നമുക്കൊരു പൈതൃകത്തിന്റെ ഒരു സംസ്കൃതിയുടെ കൈമാറ്റമായിട്ട് ഇപ്പൊ ആരാണ്ട് വന്ന് പുസ്തകം കത്തിച്ചു എന്ന് പറഞ്ഞാൽ പുസ്തകം കത്തിച്ചെങ്കിൽ തന്നെ ഇവിടെ അങ്ങനെ ഒരു ഗാനശാഖയൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ പക്ഷെ സുറിയാനിക്കാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ ആ ഒരു രീതിയിലാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അല്ലാതെ സൺഡേ സ്കൂൾ പോലെ ഒരിടത്തൊരു കെട്ടിടം പണിത് വെച്ച് അവിടെ പോയി ക്ലാസ് പങ്കെടുക്കുക, അങ്ങനെ ബൈബിൾ കോളേജ് നടത്തുക, അതെല്ലാം ഒരു പാശ്ചാത്യ ആശയമാണ്. കാരണം ഈ സായിപ്പുമാരുടെ ചർച്ചിൽ ചെല്ലുമ്പോൾ തന്നെ ഈ മൂന്നായിട്ട് തിരിക്കും. പിള്ളേരെ ഒരു സെക്ഷനിലോട്ട്, യൂത്തിന്റെ സെക്ഷൻ വേറെ, പിന്നെ അഡൾട്ടിന്റെ അതെന്ത് സെക്ഷനാണ്. നിങ്ങൾ സായിപ്പുമാരുടെ പ്രൊട്ടക്ഷന്റെ പള്ളിയിൽ പോകണം. ചെല്ലുമ്പോഴേ കുട്ടികളെ കൊണ്ട് അവരങ്ങ് പോകും ഒരു സെക്ഷൻ. യൂത്ത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണം പറയും. പിന്നെ മൂത്തതെല്ലാം കൂടെ ഒരു ഹോളിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ച് ആരാധിക്കണം. മുല കുടിക്കുന്ന കുഞ്ഞു തൊട്ട് കുഴിയിലേട്ട് കാല് നീട്ടിയിരിക്കുന്ന അപ്പൂപ്പൻ വരെ ഒറ്റ ആരാധനയാണ്, ഒറ്റ പ്രാർത്ഥനയാണ്. വാവായി മുത്തുണ്ണി ശുദ്ധ റുഹായുമായ സത്യേകദൈവത്തിന്റെ തിരുനാമത്തിൽ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ അത് തന്നെ എല്ലാവരും അതിലാണ്. അത് എല്ലാവർക്കും ഉള്ളതുണ്ട്. ഇപ്പം വിശുദ്ധ കുർബാനയിൽ ഒരു കുഞ്ഞിനെ ഉള്ളതുണ്ട്, കുഞ്ഞിന് മനസ്സിലാകുന്ന ഒരു രീതിയുണ്ട്. കുറെ കൂടെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പം ഗ്ലോറിയസ് ഗോസ്പലിൽ കേട്ടിട്ട് എത്രയോ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ കുർബാന ടോട്ടലി ന്യൂ ആയിരിക്കുകയാണ്, ഭയങ്കരമായി ഇത് ആസ്വദിക്കാൻ പറ്റും. അപ്പം ഇത്രയും വർഷം ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, 45 വയസ്സായി, ഇത്രയും നാൾ കുർബാനയിൽ ഇത്രയും കാരണം എന്താ, അയാൾക്ക് കുറെ കൂടെ ഒരു ലൈറ്റ് കിട്ടി. അപ്പം സെയിം കുർബാനയാണ്. അപ്പം ആ സെയിം കുർബാനയാണ് എല്ലാവരും കാണുന്നത്. അപ്പം അതിൽ ഓരോരുത്തർക്കും അവരുടെ വളർച്ച അനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അവർക്ക് വേണ്ടതെല്ലാം അതിനകത്തുണ്ട്. ഒരു കൊച്ചിന് വേണ്ടതുണ്ട്, അല്പം കൊണ്ട് മുതിർന്ന ആൾക്ക് വേണ്ടതുണ്ട്. ഇനിയിപ്പം 75 വർഷം കുർബാനയിൽ കൂടിയ ഒരാൾക്ക് 76ാമത്തെ കൊല്ലം നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് വേണ്ടതും അയാൾക്ക് എടുക്കാൻ പറ്റും. അല്ലാതെ ഓരോരുത്തർക്കും ഓരോ കുർബാന അല്ലെങ്കിൽ ഓരോരുത്തർക്കും എന്താ പറയുന്നേ, ഓരോ സെക്ഷൻ, അത് പ്രൊട്ടക്ഷന്റെ ചിന്തയാണ്. അങ്ങനെ ഒരു സൺഡേ സ്കൂളിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ കുട്ടികളും മദ്ബഹായിൽ കയറട്ടെ, ഈ കുട്ടികളും അൾത്താരയിൽ
അവർ ഇൻവോൾവ് ആകട്ടെ, അവരും പിന്നെ പ്രാർത്ഥിക്കാനും പിന്നെ ഈ ഗീതങ്ങൾ ആലപിക്കാനും അവരും ഈ പള്ളി ഉപകരണങ്ങൾ ഉപയോഗിക്കാനും ഇതിനകത്ത് ഈ ആരാധനയിൽ എല്ലാവരും ഇൻവോൾവ് ആകുകയാണ്. അപ്പം അങ്ങനെ ആരാധനയിൽ ഇഴുകിച്ചേരുന്നതിലൂടെ ഇപ്പം നമുക്ക് മദ്ബഹ ശുശ്രൂഷകർ ഇപ്പം ഒരു 30 പേരുടെ കുഴപ്പമൊന്നുമില്ല, ഓൾട്ടർനേറ്റ് സൺഡേ കയറാമല്ലോ 15 പേര് വെച്ച്. അങ്ങനെ അതാണ് എൻകറേജ് ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ ഇവരെ വേറെ എന്ത് പഠിപ്പിക്കാനാ? പഠിപ്പിക്കുന്നവർക്ക് എന്തറിയാം, കൂടുതലും ഈ മാർത്തോമ സഭയിൽ നിന്നൊക്കെ കല്യാണം കഴിച്ച് വന്നിട്ടുള്ള സഹോദരിമാരാണ് യാക്കോബക്കാരുടെ സൺഡേ സ്കൂൾ. സഭയിൽ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവർ പറയും മാതാവിനോടുള്ള അപേക്ഷയൊക്കെ തെറ്റാന്ന് പറയും. ഈ സൺഡേ സ്കൂളിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ ഇപ്പൊ ഓൾറെഡി MJSS എന്ന് പറയുന്ന ഒരു ബൃഹത്തായ പ്രസ്ഥാനവും ഒരു വലിയൊരു പ്രവർത്തന ശൈലി ഉണ്ടല്ലോ. ഷിബുചായൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ സിസ്റ്റം മാറേണ്ടതിന്റെ ഒരു ആവശ്യകത ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ MJSS ഇപ്പൊ ഒരു വലിയൊരു സിസ്റ്റമായിട്ട് നിൽക്കുകയാണ്, വലിയൊരു ചെയിനാണ്. ഈ MJSS ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഈ സത്യവിശ്വാസം കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? MJSS എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ആ സംവിധാനം ഒറ്റ ദിവസം കൊണ്ട് അത് ഡിസ്പോസ് ചെയ്തിട്ട് അത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റുമോ? അതിപ്പോൾ അങ്ങനെ അത്രയും ആളുകൾ ഡെഡിക്കേറ്റഡ് ആയിട്ടും ഇൻവോൾവ് ആയിട്ടും അങ്ങനെ ഒരു പ്രസ്ഥാനം ഉള്ളപ്പം അതിനെ പരിഷ്കരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇപ്പോൾ ഈ ബൈബിൾ ക്ലാസ് നടത്താതെ സഭയുടെ വിശ്വാസത്തെ കേന്ദ്രീകരിച്ച് ഉള്ള സിലബസ് പരിഷ്കരണം. അപ്പോൾ സിലബസ് പരിഷ്കരിക്കുന്നതിനോട് കൂടെ ഈ അധ്യാപകർക്കുള്ള വർക്ക്ഷോപ്പുകൾ വെക്കേണ്ടി വരും. അധ്യാപകർ മനസ്സിലാക്കേണ്ട ഉപദേശം എന്താണ്, സത്യവിശ്വാസം എന്താണ്. അപ്പോൾ അധ്യാപകർ പിന്നെ സഭയുടെ വിശ്വാസത്തിലും ആരാധനാക്രമത്തിലും ഉള്ള പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ട് ആ രീതിയിലൊക്കെ ചെയ്താൽ മാറ്റിയെടുക്കാൻ പറ്റും. അധ്യാപകർ അടിസ്ഥാനപരമായി ഇപ്പൊ ബേസിക്കലി അധ്യാപകർ അടിസ്ഥാനപരമായി ശുശ്രൂഷകരായിരിക്കണം. ശുശ്രൂഷകർ അല്ല, ഇപ്പൊ അവയർനെസ്, നമുക്കൊരു അവയർനെസ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ പറയുന്നുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പുകൾ ഉണ്ടായാൽ മതിയാവും. ഈ അധ്യാപകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് മെസ്സേജ്, അല്ലെങ്കിൽ അവരെ അവെയർ ചെയ്യേണ്ട ആദ്യത്തെ അവസ്ഥകൾ ഏതെന്ന് ചോദിച്ചാന്ന് പറയാമോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് സഭയുടെ ദൈവശാസ്ത്രം. നമ്മുടെ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ലിറ്റർജിയിലാണുള്ളത്. നമുക്ക് കത്തോലിക്ക സഭയുടെ പോലെ ഒരു കാറ്റക്കിസം വേറെ ഒരു പുസ്തകമായിട്ടില്ല. അപ്പൊ ദൈവശാസ്ത്രത്തിൽ നിന്ന് നമ്മുടെ ആരാധനാക്രമത്തിലാണ്, ലിറ്റർജിക്കൽ തിയോളജി എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മുടെ സഭയിൽ മെത്രാച്ചന്മാര് കഴിവുള്ളവരുണ്ട്. അപ്പൊ ഈ മെത്രാച്ചന്മാർ എന്ത് ചെയ്യണം, അത് ഒരു സംഘം അച്ഛന്മാരെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട് അവരെ പഠിപ്പിച്ചിട്ട് അവർക്ക് ഈ അധ്യാപകർക്ക്, അല്ല ഇപ്പം മെത്രാന്മാർക്ക് പോയി സൺഡേ സ്കൂൾ അധ്യാപകരെ മുഴുവൻ പഠിപ്പിക്കാൻ പറ്റത്തില്ല, പ്രായോഗികമല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു മെത്രാച്ചൻ 8 വർഷം പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തു. 8 വർഷം പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തു, ലോകോത്തര കേന്ദ്രത്തിൽ നിന്ന് ആ ഡോക്ടറേറ്റ് എടുത്തു നോക്കുക. അപ്പൊ ഇതുകൊണ്ട് എന്ത് വിശേഷമാണ് സഭയ്ക്കുള്ളത്? അദ്ദേഹത്തെ സഭ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അദ്ദേഹത്തെ കല്യാണം നടത്താനാണ് വിളിക്കുന്നത്. അപ്പൊ ഈ കല്യാണം നടത്താൻ വേണ്ടി പെണ്ണിന്റെ മാലയും പെണ്ണിന്റെ ചെരുപ്പും പെണ്ണിന്റെ സാരിയും, അല്ലെ സാരി അല്ലെ ഗൗണും, പിന്നെ വീഡിയോയും, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ആളുകൾ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. പിന്നെ മറ്റു പല കാര്യങ്ങളാണ്, ആളുകൾ തമ്മിൽ കണ്ടു, കമ്പനി കൂടുന്നു, പിന്നെ ഭക്ഷണത്തെ പറ്റി മറ്റു പല കാര്യങ്ങളിലും ആളുകൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ഈ മെത്രാച്ചൻ വന്ന് എന്ത് ചെയ്യാനാ? മെത്രാച്ചൻ വന്ന് അവിടെ നോക്കൂത്ത് പോലെ നിൽക്കുന്നു, മെത്രാനും വന്നു. അപ്പോൾ ഒരു ആന എഴുന്നള്ളിക്കുന്നു പോലെ ഇദ്ദേഹത്തെ എഴുന്നള്ളിക്കുന്നു. ഇപ്പം ഇദ്ദേഹം വന്നു, ആകെ ഒരു ഓളം, വീഡിയോക്കാർക്കും ഒരു ഹരം. അപ്പം അങ്ങനെ മെത്രാൻ എന്ത് ചെയ്യുന്നു? തിരിച്ചു പോണു. ഇതാണ് ഈ മെത്രാന്മാരെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം. രണ്ടാമത് പെരുന്നാളിന് വിളിക്കുക. അപ്പോൾ പെരുന്നാളിന് വന്നു കഴിയുമ്പം വലിയ ബഹളമാണ് അവിടെ. അപ്പം മെത്രാച്ചൻ വരുന്നു. ശരിയാ, മെത്രാച്ചൻ വന്നു, കുർബാന ചൊല്ലി. പെരുന്നാൾ പ്രസംഗം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൂടുവോ? ഈ പെരുന്നാൾ പ്രസംഗത്തെ ആ ഇടവയെ പറ്റിയും ആ ട്രസ്റ്റിയെ പറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ്, പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് പോരാനല്ലേ മെത്രാന് പറ്റുള്ളൂ. മെത്രാൻ അവിടെ നിന്ന് പോയി. മൂന്നാമത് പിന്നെ മെത്രാൻ വരുന്നത് എവിടെയാ? അതുപോലെ വല്ല ഇൻഫ്ലുവൻസ് ആയിട്ട് ആളുകളുടെ വല്ല ശവസംസ്കാരം വല്ലതും വന്ന ഒന്ന് വരും, മരിച്ചവരുടെ പ്രത്യാശയെ പറ്റി 10 മിനിറ്റ് പ്രസംഗി. ഇവിടം കൊണ്ട് മെത്രാൻ റോള് തീർന്നില്ലേ? ഈ മെത്രാന്മാർ എവിടെയാണ് ഉപയോഗിക്കപ്പെടുന്നത്? ഇവർ പഠിച്ചോണ്ട് എന്താ വിശേഷം? അപ്പോ ഒരു ഭദ്രാസന മെത്രാപ്പോലിത്ത 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ആ ഭദ്രാസനത്തിലെ മുഴുവൻ വൈദികരെയും വിളിച്ചുകൂട്ടി ഒരു 2 ദിവസത്തെ ക്ലാസ് കൊടുക്കണം. ഈ
മെത്രാന്മാര് ഇപ്പൊ ഒരു ഭദ്രാസനമുണ്ട്, ആ ഭദ്രാസനത്തിലെ എല്ലാ വൈദികരെയും കൂടെ വിളിക്കണം. വിളിച്ചിട്ട് ഭദ്രാസനത്തിന് സ്വന്തമായി അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. ഐഡിയൽ ഭദ്രാസനമാണ്. ഇനി സ്വന്തമായിട്ട് ഈ അച്ഛന്മാരെ എല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു സ്ഥലം ഇല്ലെങ്കിൽ ഒരു റെന്റഡ് ഫെസിലിറ്റി, ഇന്ന് നമുക്ക് ധാരാളം വളരെ എക്കണോമിക്കലായിട്ടുള്ള റെന്റൽ ഫെസിലിറ്റീസ് ഉണ്ട് ഇന്ന് നമുക്ക് കൂടാൻ വേണ്ടി. ഒരു പോഷ് റിസോർട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഉം. അഫോർഡബിൾ പ്ലേസസ് ഉണ്ട്. അങ്ങനെ ഒരു പ്ലേസിൽ ഇവർ കൂടി 2 ദിവസം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും കുർബാന ചൊല്ലുകയും യാമപ്രാർത്ഥന ചൊല്ലുകയും ഈ സത്യവിശ്വാസം പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സെഷനായിട്ട് ഇന്ററാക്ട് ചെയ്യണം 2 ദിവസം. ആ 2 ദിവസം കൊണ്ട് ഇവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടാകും, ഈ ശുശ്രൂഷകന്മാരും അച്ഛന്മാരും മെത്രാച്ചനും. 3 മാസം കൂടുമ്പോൾ, അതായത് വർഷത്തിൽ 4 സമ്മേളനം എല്ലാ മെത്രാന്മാരും വെക്കണം. അങ്ങനെയാണ് സത്യവിശ്വാസത്തെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വരും. പിന്നെ ഇവരുടെ ഇടയിൽ തെറ്റായ ബോധ്യങ്ങളും വിശ്വാസവും, എന്തെല്ലാം തെറ്റായ ചിന്താഗതികളും ഉപദേശങ്ങളും കൊണ്ടാണ് ഈ അച്ഛന്മാർ നടക്കുന്നറിയോ. അവരൊന്നും സഭയുടെ വിശ്വാസമൊന്നും അല്ല. കാരണം അവർ ഈ അമ്പലക്കാള നടക്കുന്ന പോലെ നടക്കുകയാണ്. ഈ അമ്പലക്കാള എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദാഹരണം, കോട്ടയത്തെ ഒരു അമ്പലക്കാള കുറെ എണ്ണം ഉണ്ട്. ഇതിങ്ങനെ നടന്നാൽ ചന്തവഴി എല്ലാം കാണുന്ന എല്ലാം പെറുക്കി തിന്നും, പ്ലാസ്റ്റിക് വരെ തിന്നും. പ്ലാസ്റ്റിക് ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇങ്ങനെ തടിച്ചു കൊഴുത്തിങ്ങനെ നടക്കണം. വലിയ ഉപദ്രവം. ഓട്ടോറിക്ഷയൊക്കെ വരുമ്പോൾ നടുക്ക് കയറി നിൽക്കുക, ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞിട്ട് സ്ട്രിക്റ്റായ ഒരു ഡയറ്റോ ഒരു പരിഗണനയൊന്നുമില്ല. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പെന്തക്കോസുകാരുടെ യോഗത്തിന് പോകും. ഞാൻ കണ്ടിട്ടുണ്ട് പെന്തക്കോസുകാരുടെ കൺവെൻഷൻ അച്ഛന്മാരിരിക്കുന്നത്. അവരുടെ പുസ്തകം മേടിക്കും, അവരുടെ കാസറ്റ് മേടിക്കും. ഈ അച്ഛന്മാരുടെ ഒക്കെ കാറെ കയറിയിരുന്നാൽ കേൾക്കുന്ന പാട്ട് പെന്തക്കോസ് തീ പോലെ ഇറങ്ങണമേ എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഒരു അച്ഛന് പാടുന്ന സഭയുടെ ഒരു ഗീതം പാടുന്ന ഞാൻ കേട്ടിട്ടില്ല. പല അച്ഛന്മാരുടെ പാട്ട് ഫേസ്ബുക്കിലുണ്ട്, എല്ലാവരും പെന്തക്കോസുകാരുടെ പാട്ടാണ് പാടുന്നത്. കൊള്ളാം അച്ഛൻ, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുക. അപ്പൊ അതുപോലെ തന്നെ ഈ കുപ്പായം ദുരുപയോഗിക്കുക. ഇപ്പം ഒരു അച്ഛനുണ്ട്, ഈ അച്ഛന്റെ പാട്ട് ആവറേജിൽ താഴെയാ, ശരാശരി താഴെ നിലവാരാ. പക്ഷെ അച്ഛന് ഭയങ്കര ഫാൻ ഫോളോവിങ് ലൈക്കുക. കാരണം എന്നാ, കുപ്പായം ഉള്ളതുകൊണ്ട്. കുപ്പായം ഇട്ട് പാടുമ്പോൾ അച്ഛൻ പാടി. ഈയിടെ ഒരു അച്ഛൻ ഡാൻസ് കളിക്കുകയാണ്. അപ്പൊ അച്ഛൻ അടിപൊളിയായിട്ടുണ്ട്. കാരണം എന്നാ, മറ്റു പൊതുജനവും വന്ന് പ്രോത്സാഹിപ്പിക്കുക. കാരണം ഈ അച്ഛൻ കുപ്പായം ഇട്ടിട്ട് ഇത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ അച്ഛന്റെ കുപ്പായം ഇല്ലാതെ ഇവൻ ഡാൻസ് കളിച്ചാൽ അതിനിടെ ചീത്തവിളി തന്നെ വരാം. കാരണം അത്രയ്ക്ക് പരിതാപകരമായ ഡാൻസാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ സഭയുടെ വിശുദ്ധ വസ്ത്രത്തെ, തിരുവസ്ത്രത്തെ ദുരുപയോഗിക്കുകയാണ്. ഈ അടുത്ത ദിവസം, ഈ കഴിഞ്ഞ മാസം സിറോ മലബാർ സഭയുടെ ഒരു സർക്കുലർ മാർഗരേഖ ഇറങ്ങിയിട്ടുണ്ട്. അച്ഛന്മാര് തിരുവസ്ത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റു കാര്യങ്ങൾക്ക് തിരുക്കർമ്മങ്ങളോടനുബന്ധിച്ചല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അവരുടെ ബിഷപ്പുമാരുടെ സൈൻ എല്ലാം ചെയ്ത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതൊരു വലിയ ദുരുപയോഗം. കത്തോലിക്ക സഭയിൽ ഈ പ്രശ്നമുണ്ട്. അവരുടെ അച്ഛന്മാർ ഈ കുപ്പായിട്ടും കന്യാസികളും എല്ലാം ഇത്തരം പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടു. ഇവിടെ യാക്കോബായ സഭയിലും ഓർത്തഡോക്സിൽ നിന്നും അച്ഛന്മാർ ഈ പണി കാണിക്കുന്നു. അപ്പൊ അതിന്റെ കാരണം ഇവരൊക്കെ ഒരു അമ്പലക്കാളകളെ പോലെ നടക്കുകയാണ്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഈ 3 മാസം കൂടുമ്പം മെത്രാന്മാർ വിളിക്കണം. മെത്രാന്മാരുടെ കീഴിലുള്ള ഒരു അച്ഛന്മാർ, ഇനി വാട എല്ലാവരും വരാൻ പറയണം. അപ്പോഴാണ് ഒരു പിതാവാകുന്നത്. ആ ഭദ്രാസനത്തിന്റെ ഒരു പിതാവ്. ഇത് ഐഡിയൽ പിതാവ് എന്ന് പറഞ്ഞാൽ ആരും ഒരു ബന്ധവുമില്ലാതെ നടക്കുകയാണ്. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്, പിതാവും മകനുമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ ഈ അച്ഛന്മാരെല്ലാം വിളിച്ചു വരുത്തി അവരുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും കുടുംബപരമായ കാര്യങ്ങളും ഇടവകല കാര്യങ്ങളും ഇതെല്ലാം ഈ 2 ദിവസം ഇവർ ഒരുമിച്ചിരിക്കുമ്പം ഈ കാര്യം ഇവരെല്ലാം തമ്മിൽ നല്ലൊരു ബന്ധവും. അപ്പൊ സത്യവിശ്വാസം പഠിപ്പിക്കുകയും, അപ്പൊ ഈ അച്ഛന്മാരൊരു പുതിയ ചൈതന്യത്തോടെയും പുതിയ ദർശനത്തോടെയും ഇടവകളിൽ ചെല്ലും, കുർബാന ചൊല്ലുകയും അവിടെ വീടുകൾക്ക് എന്തെങ്കിലും പിന്നോക്കാവസ്ഥ ഉണ്ടെങ്കിൽ അവരുടെ വീടുകൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ട് അവിടെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലൊരു എന്താണ് പറയുന്നത്, ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ട് വേണം സഭ പ്രവർത്തിക്കാൻ. അല്ലാതെ ഇപ്പൊ എന്ന് വെച്ചാൽ ആളുകൾ കുർബാന ചൊല്ലുന്നു, കാഴ്ച കാണാൻ വേണ്ടി കുറെ പേര് വരുന്നു, കുറെ പേര് ഇങ്ങനെ പോകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു ഓർഗാനിസം. ചർച്ച് ഈസ് എ ബോഡി എന്നാണ് പറയുന്നത്. കോർപ്പസ് ക്രിസ്റ്റി. കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരം. അപ്പൊ ആ കോർപ്പസ് ക്രിസ്റ്റി ആകുന്നില്ല. കോർപ്പസ് ക്രിസ്റ്റിക്ക് പകരം ഈ കാളയുടെ ഒക്കെ ബോഡി ഇങ്ങനെ കശാപ്പോടെ വെച്ചിരിക്കുന്നില്ല, പീസ് പീസായിട്ട് ഇങ്ങനെ കുറെ അവിടെ തൂങ്ങി കിടക്കുന്നു, തല വെട്ടി ഫ്രണ്ടിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആയിരിക്കരുത്. കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ ശരീരം യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ജീവസുറ്റതായിട്ട് നിൽക്കണം. അപ്പൊ ജീവനോടെ അത് ചൈതന്യമുള്ളതായിട്ട് നിൽക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കത്തുള്ളൂ. അപ്പൊ ഇത്
അതൊക്കെയാണ് വരേണ്ടത്. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ പുതിയ ബാവായൊക്കെ വന്നതോടുകൂടെ ഒരു പുതിയ ദർശനത്തോടെ, പുതിയ കാഴ്ചപ്പാടോടെ സഭ ഒരു പുതിയ ചൈതന്യത്തിൽ, പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് വ്യത്യസ്തമായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമായിരിക്കും. പക്ഷെ ഇന്നത്തെ രീതിയിൽ ഈ പെന്തക്കോസ്തൽ പ്രൊട്ടസ്റ്റന്റ് സിലബസും പഠിപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സഭ ഇല്ലാതെയാകും. സഭ ഒരിക്കലും നിലനിൽക്കത്തില്ല. കാരണം ഇപ്പൊ തന്നെ ആർക്കും കയറി ഇറങ്ങാം എന്നുള്ള രീതിയിലാണ്. കാരണം ആ, നമ്മുടെ ലാംഗ്വേജ് മറ്റുള്ളവർക്ക് അറിയാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഉം. നമ്മൾ പിന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വൾണറബിൾ ആകുക. Yes. അല്ലേ? നമ്മുടെ വൾണറബിലിറ്റി കൂടുകയാണ്. നമുക്കൊരു പിന്നെ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ നമുക്കൊരു ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ്. നമ്മുടെ ആരാധന സുറിയാനിയിൽ കൂടുതലായിട്ട് ആരാധനാക്രമങ്ങൾ സുറിയാനിയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് ഒരു വലിയ എന്താണ്, ഈ ഒരു ഫയർവാളാണ്. നമ്മൾ ഈ കമ്പ്യൂട്ടറിനൊക്കെ ഫയർവാൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പോലെ. ഉം. മനസ്സിലായി? അപ്പൊ അത് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞു. എന്നിട്ട് നമ്മുടെ ഭാഷയും പെന്തക്കോസുകാരുടെ ഭാഷയും ഒരുപോലെയായി. ഇന്നിപ്പം യാക്കോബായ സഭയിൽ അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഈ കണ്ണടച്ചിരുന്ന പെന്തക്കോസിലെ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ തോന്നും. യാതൊരു വ്യത്യാസവും ഇല്ല. സ്തോത്രം കർത്താവേ, സ്തോത്രം, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ നടത്തിയല്ലോ എന്ന് പറഞ്ഞൊരു പെന്തക്കോസ് പ്രാർത്ഥനയാണ് ഇവിടെ 90% അച്ഛന്മാരും നടത്തുന്നത്. ഒരു സുറിയാനി സഭയുടെ ഒരു ഫ്ലേവറും ഇല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഫ്ലേവർ വന്നാൽ അവന് കുറച്ചിലാണെന്ന് തോന്നിക്കൊണ്ട് അത് ബോധപൂർവ്വം അത് ഒഴിവാക്കി പെന്തക്കോസ് രീതിയിലുള്ള പ്രാർത്ഥന, എക്സ്റ്റംപററി പ്രേയേഴ്സ് നടത്തുന്നു. ശിവജ, MJSSA ഉപയോഗിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്നാണ് ശിവജാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അത് ഏറ്റവും കാതലായിട്ടൊരു ഭാഗമാണ് സിലബസുകൾ. സിലബസുകൾ ചിട്ടപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ സിലബസിൽ ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അതാണ് ശിവജാന്റെ അഭിപ്രായം. സിലബസ് ഞാൻ പറഞ്ഞല്ലോ, ഈ 3 കാര്യം വേണം സിലബസിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ഇപ്പം എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ പറയുന്നത്. 1 നമ്മുടെ ഹിസ്റ്ററി, 2 തിയോളജി, 3 ലിറ്റർജി. ഇത് 3ആണ് കവർ ചെയ്യേണ്ടത്. ദൗർഭാഗ്യവശാൽ ഇത് 3നും ഇന്നൊരു പ്രാധാന്യമില്ല. ഹിസ്റ്ററി എന്ന പേരിൽ നമ്മൾ പഠിപ്പിക്കുന്ന മലങ്കരയിലെ ഏറ്റവും വൃത്തികെട്ട സഭാ കേസിന്റെ കഥയാണ് പട്ടിപ്പണ കേസും, തോമാ ദീവന്നാസ്യോസും, പിന്നെ 1-ാം ദീവന്നാസ്യോസും, പിന്നെ 1-ാം മാർത്തോമായും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അതല്ല നമ്മുടെ അഭിമാനകരമായി പഠിക്കേണ്ട ആ, ദൈവശാസ്ത്ര പ്രാധാന്യമുള്ള, ചരിത്ര പ്രാധാന്യമുള്ള ഹിസ്റ്ററി ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇത് ഇത് റിലേറ്റഡ് ആണ്. നമ്മുടെ ഹിസ്റ്ററിയും, നമ്മുടെ ഹിസ്റ്ററി പഠിക്കുന്നൊപ്പം ജിയോഗ്രഫിയും പഠിപ്പിക്കണം കേട്ടോ. ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയോട് ചേർന്ന് വരുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയാൻ, ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി അതെപ്പോഴും പിന്നെ അത് രണ്ടും ഒരുമിച്ചാകും. അപ്പോൾ ആ കാലം ഇപ്പോൾ തന്നെ ഇവിടെ എത്ര പേർക്കറിയാം ഇപ്പം മൊസൂൾ എവിടെയാണ്, അല്ലെങ്കിൽ പേർഷ്യ എവിടെയാണ്, നിക്കിയ എവിടെയാണ്. അപ്പം ഇവിടെ ഓരോരുത്തരിരുന്ന് പറയുമ്പോൾ എന്തെല്ലാം മണ്ടത്തരങ്ങളാണ്. അന്ത്യോക്യ എവിടെയാണ്, ബൈസാന്റിയം എന്ന് പറഞ്ഞാൽ എന്താണ്, റോം എവിടെയാണ്, റോമൻ സാമ്രാജ്യം എങ്ങനെയായിരുന്നു, അത് പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം എന്താണ്, കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്താണ്. അപ്പം ആ ഒരു ജോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ടോടുകൂടെ ഹിസ്റ്ററിയും നമ്മുടെ ലിറ്റർജിക്കൽ തിയോളജിയും ലിറ്റർജിയും, ഇത് 3ഉം ആണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കേണ്ടത്. അതിന് പകരം പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് ബ്രദറൻകാരുടെ ഒരു സിലബസ്, സൺഡേ സ്കൂൾ സിലബസുമായിട്ട് അല്പം വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വട്ടിപ്പണ കേസും മറ്റ് 1-ാം സമുദായ കേസും 2-ാം സമുദായ കേസും ഒക്കെ വന്നെന്നുള്ളതല്ലാതെ അതെല്ലാം കളയണം. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അതൊക്കെ പഠിക്കുന്നതുകൊണ്ട് കൂടുതൽ മനസ്സ് വിഷലിപ്തമാകുകയോ, അതല്ല പഠിക്കേണ്ടത്. ശിവജൻ തിയോളജിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ തിയോളജിയും പിതാക്കന്മാരുമായിട്ടുള്ള ബന്ധം, പിതാക്കന്മാരെ കുറിച്ച് സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകത, പിതാക്കന്മാരിലൂടെ സുറിയാനി സഭയുടെ തിയോളജി ഡെവലപ്പ് ചെയ്തു വന്ന്, ഇതേക്കുറിച്ചൊന്ന് പറയാം ശിവജൻ. അല്ല, അത് നമ്മളെപ്പോഴും നമ്മുടെ ലൈവിലെല്ലാം പറയുന്നല്ലേ. ഇപ്പൊ പിതാക്കന്മാരെ പറ്റി പഠിക്കണം. അത് നമ്മുടെ പാട്രിസ്റ്റിക്സ് എന്നാണ് അതിന് പൊതുവെ പറയുന്നത്. നമ്മുടെ പിതാക്കന്മാരെ പറ്റിയുള്ള പഠനം. അത് നമുക്ക് എന്തുമാത്രം പിതാക്കന്മാരുണ്ട്. ഇപ്പോൾ തന്നെ ഒരച്ഛൻ പ്രസംഗിക്കുകയാണ്. അച്ഛൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ കേൾക്കുന്ന അച്ഛൻ പറയുന്ന കഥകൾ, കുറച്ച് പ്രൊട്ടസ്റ്റന്റ് ആളുകളുടെ കഥ, കത്തോലിക്ക സഭയുടെ ചില പുണ്യവാന്മാരുടെ, പുണ്യവാളത്തികളുടെ ഒക്കെ കഥ,
യാക്കോബായ സഭയിലെ അച്ഛനാണ്. ഞാനപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ ഇരുന്ന് കേട്ട് ഒരു പ്രസംഗത്തിൽ പോലും സുറിയാനി സഭയുടെ ഒരു വിശുദ്ധനെ പറ്റി ഒരു പരാമർശം. അതിന്റെ കാരണം വെച്ചാൽ അയാള് ഒരു തെറ്റുകാരനാണെന്ന് ഞാൻ പറഞ്ഞത്. കാരണം അയാൾക്ക് അവൈലബിൾ ആയ ബുക്കുകളൊക്കെ റെഫർ ചെയ്താണ് പ്രസംഗം തയ്യാറാക്കുന്നത്. അപ്പൊ അയാൾ പ്രസംഗക്കുറിപ്പ് എടുക്കുന്നത് കത്തോലിക്കരുടെ പുസ്തകങ്ങളിൽ നിന്നും പ്രൊട്ടസ്റ്റന്റുകാരുടെ പുസ്തകങ്ങളിൽ നിന്നുമാണ്. അപ്പൊ അതുകൊണ്ട് അയാളുടെ പ്രസംഗത്തിൽ ജോർജ് മുള്ളർ, DL മൂഡി, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ കഥകളാണ് വരുന്നത്. സാധു കൊച്ചുകുഞ്ഞു മുതശ്ശിയുടെ മോനെ പാമ്പ് കടിച്ചു, കൊച്ചുകുഞ്ഞു മുതശ്ശിയുടെ വാഴക്കൊല കള്ളം കൊണ്ടുപോയി, ഇതൊക്കെയാണ് ഇദ്ദേഹം പ്രസംഗിക്കുന്നത്. അപ്പം നമുക്ക് എന്തുമാത്രം പിതാക്കന്മാരുണ്ട്, അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. ആകപ്പാടെ ഈ മാണിരാജൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട് യാക്കോബായ സഭ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, സുറിയാനി സഭയിലെ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ. ആ പുസ്തകത്തിൽ കുറെ പേരുടെ പേരൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എന്താ ലഘു വിവരണങ്ങളായിട്ട് ഞാൻ കണ്ടത് അങ്ങനെ പറഞ്ഞു. അപ്പൊ അല്ലാതെ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഒന്നുമില്ല. അത് നമ്മൾ തന്നെ നമ്മുടെ ഈ വിശുദ്ധന്മാരെ എന്ത് ചെയ്യുന്നില്ല, എൻഡോഴ്സ് ചെയ്യുന്നില്ല പ്രസംഗത്തിൽ. യാക്കോബായ സഭയിലെ അച്ഛന്മാർ പ്രസംഗിക്കുമ്പോൾ കൊച്ചു ത്രേസ്യ പുണ്യവതിയും കൊച്ചുകുഞ്ഞു ഉപദേശിയും DL മൂഡിയും ജോർജ് മുള്ളറും മാർട്ടിൻ ലൂതറിന്റെ അധീരമായ ചുവടുവെപ്പുകളും ഒക്കെയാണ് കേൾക്കുന്നത്. ഞാൻ യൂട്യൂബിലിരുന്ന് സ്ഥിരമായിട്ട് ഇതെല്ലാം കേൾക്കുന്നതാണ്. ഇവരൊക്കെ എന്താ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യം നടക്കുന്നത്? ഈ സിലബസിലെ കുട്ടികളുടെ പ്രായം ഒക്കെ വിഷയമാണല്ലോ ചോദിച്ചാ. പിന്നെ മനോലിനൊരു യാക്കോബായ അഭിമാനിയാണ്, പ്രൗഡ് യാക്കോബൈറ്റാണ്. അഫ്രാഹാത്തിനെ അറിയോ? അഫ്രാഹാത്ത് എന്ന് പറഞ്ഞാൽ സുറിയാനി സഭയിലെ ഒരു ദൈവശാസ്ത്രജ്ഞനാണ്, തിയോളജിയനാണ് അഫ്രാഹാത്ത്. പേർഷ്യനായിരുന്നു അദ്ദേഹം. വളരെ ഇപ്പം റോമാലേഖനമൊക്കെ അഫ്രാഹാത്തിന്റെ വ്യൂ ആണ് നമ്മൾ പഠിക്കേണ്ടത്. കേട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അങ്ങ് മനസ്സിലാവുന്നില്ല. നിനവേലെ ഈസാക്ക് കേട്ടിട്ടുണ്ടോ? നിനവേലെ ഈസാക്ക്, ഐസക് ഓഫ് നീനവേ. ഇതെല്ലാം പക്ഷേ നമ്മുടെ തോമസ് ജാനിവച്ചാൻ ഇങ്ങനെ ഇടുമ്പോ ആ പേര് വായിച്ചിട്ടുണ്ട്, ജസ്റ്റ് ആ പേര് മാത്രം, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല. അല്ല, അത് ഞാൻ പറഞ്ഞത് നമ്മുടെ ആരാധനാക്രമത്തിലുള്ളതുകൊണ്ട് സെറൂഗിലെ യാക്കോവെന്ന് കണ്ട ചിലപ്പോൾ ഓർക്കുമായിരിക്കും. അപ്പൊ ഇവരെന്താണ് പഠിപ്പിച്ചത്? ഇപ്പൊ മാറപ്രേം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വെറും പാട്ടെടുത്ത്, അദ്ദേഹത്തിന്റെ തിയോളജി ഉണ്ട്. അപ്പൊ ഈ മാറപ്രേമിന്റെ ഈ പോയംസ് സ്റ്റഡി പാഠപുസ്തകമായിട്ട് ഏകദേശം 35 യൂണിവേഴ്സിറ്റികളിൽ പാഠപുസ്തകം മാറപ്രേമിന്റെ. അവിടെയൊക്കെ പലരും ഈ മാറപ്രേമിന്റെ രചനകളെ ആധികാരികമായിട്ട് ഡോക്ടറേറ്റ് വരെ എടുക്കുന്നുണ്ട്. നമ്മൾ സുറിയാനിക്കാർ, നമ്മുടെ സ്വന്തം പിതാവാണ് സുറിയാനി സഭയുടെ ഫസ്റ്റ് ഒരു സുറിയാനി ഭാഷയ്ക്ക് തന്നെ ഒരു പിതാവ് എന്ന് പറയാൻ പറ്റുന്ന ആളാണ് മാറപ്രേം. കാരണം സുറിയാനി ഭാഷ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം ഒരു ലിറ്റററി കോൺട്രിബ്യൂഷൻ നടത്തുന്ന ആൾ മാറപ്രേമാണ്. ഈ മാറപ്രേം എന്ന് പറഞ്ഞാൽ യാക്കോബക്കാരന്റെ സ്വന്തമാണെന്ന് വേണേൽ പറയാം. പക്ഷെ ഇദ്ദേഹത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആ പാടെ ഞങ്ങൾക്കുള്ള കർത്താവ് ഞാനിങ്ങ് നിദ്ര കഴിഞ്ഞിട്ട് ഇതല്ലാതെ അതിനപ്പുറത്ത് എന്തെങ്കിലും ഒന്ന് പറയാൻ ഇവിടെ യാക്കോബക്കാരനറിയോ? 35 യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കാണ് പുള്ളിയുടെ പോയംസ്. അപ്പൊ അത്രയും മഹാനായ ഒരു വ്യക്തി ഇവിടെ സഭയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. അദ്ദേഹത്തെ എത്ര ആഴത്തിൽ, എത്ര ഗൗരവത്തിൽ ഇവിടെ സഭ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അപകടക്കാല അച്ഛൻ കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ കൊല കൊണ്ടുപോയെന്നാണ് പറയുന്നത്. മനസ്സിലായോ? കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ കൊല കള്ളം കൊണ്ടുപോയതിൽ ഖേദിക്കുക. കൊല പിന്നെ ഗബ്രിയേൽ മാലാഖ തിരിച്ചുകൊണ്ടോന്ന് പറയുന്നത്. ഞാൻ ഗബ്രിയേൽ മാലാഖ വാഴക്കൊലയുടെ പുറകെ പോകുന്ന നോക്കി ഒന്ന് ഓർത്ത് നോക്കി. അപ്പം എന്തൊരു ദയനീയമായ സ്ഥിതിയാണ് യാക്കോബക്കാരന്. ഗബ്രിയേൽ മാലാഖയും മറ്റും വാഴക്കൊലയുടെ പുറകെ വിടുന്നു. കന്യകാമറിയത്തിനോട് ദൂത് പറഞ്ഞ മാലാഖ പുള്ളി ഇപ്പം വാഴക്കൊല പിടിക്കാൻ നടക്കുക. അത്ര അതപ്പതിച്ചില്ലേ? ഈ പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ തിയോളജി, അവരുടെ രചനകളിലൂടെ വന്നിരിക്കുന്നത്, അത് കവിതകളിലൂടെ ആവാം, ലേഖനങ്ങളിലൂടെ ആവാം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പ്രായം ഒരു വിഷയമാണ് ക്ഷമിച്ച. ഓരോ 1-ാം ക്ലാസ് മുതൽ ഏകദേശം 12-ാം ക്ലാസ് വരെയാണ് ഇപ്പോൾ MJSSയുടെ വിദ്യാർത്ഥികളുടെ ഒരു പ്രായം എന്ന് പറയുന്നത്. അപ്പൊ ഏത് രീതിയിൽ സിലബസ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടോ ക്ഷമിച്ചു?
അല്ല, അത് നമ്മൾ കൂടി ആലോചിക്കേണ്ട കാര്യമല്ലേ. അപ്പൊ അത് ഒന്നാമത് ഞാനൊരു വിദ്യാഭ്യാസ വിചക്ഷണനല്ല, ഐ എം നോട്ട് അക്കാഡമീഷ്യൻ ഒന്നുമല്ല. അപ്പം അത് അങ്ങനെ കഴിവുള്ള ആളുകളെ വിളിച്ചിട്ട് അതേപ്പറ്റിയൊക്കെ ചോദിക്കണം. എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഗൗരവതരമായ ഒരു പൊളിച്ചെഴുത്ത്, ഒരു പുതിയ സമീപനം ആവശ്യമാണെന്ന് സഭയുടെ അധികാരികൾക്ക് തോന്നിയാൽ നിശ്ചയമായിട്ടും ആ സർവീസ് ചെയ്യാൻ നമ്മുടെ സഭയിൽ തന്നെ ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ സെക്കുലർ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള തഴക്കവും പഴക്കവും ഒക്കെയുള്ള അറിവുള്ള ആളുകൾ നമ്മുടെ സഭയിൽ തന്നെ ഉണ്ട്. അല്ലാതെ തന്നെ മറ്റ് സഭയിൽ നിന്നുള്ളവരുടെ സഹായം തന്നെ, അതായത് പ്രൊഫഷണലായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ കൂടിയിരുന്ന് അതിൻ്റെ സിലബസുകൾ ഇതിന് അനുയോജ്യമായ വിധത്തിൽ പരിഷ്കരിക്കുകയും തയ്യാറാക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അല്ല, ഇത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. മനസ്സിലായോ? നമുക്കിത് ഇങ്ങനെയാണ് എന്ന് പറയാം, പക്ഷേ അങ്ങനെ ഒരു സിലബസ് ഉണ്ടാക്കുക, അതൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. അതൊന്നും ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ സഭയാണ് മുൻകൈ എടുത്തപ്പോൾ അത് ചെയ്യേണ്ടത് അങ്ങനെ പക്ഷേ. സഭ അത് ചെയ്യേണ്ടത്, നമ്മളൊക്കെ അഭിപ്രായം പറയാനല്ലേ പറ്റുള്ളൂ. ആ, ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ പറയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കളി കുഴപ്പമില്ല, പക്ഷേ പോർച്ചുഗൽ മൊത്തത്തിൽ ആ ടീമിനൊരു ടീം സ്പിരിറ്റ് ഇല്ല, അവർ ഒന്ന് യോജിച്ച് കളിക്കുന്നില്ല, ആ ഒരു ടീം മെൻറ്റാലിറ്റി ഇല്ലാത്തതുകൊണ്ട് റൊണാൾഡോ നല്ല ഫോമിലാണെ തന്നെ അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ആരാ പറയുന്നത്? ഈ ടി വി കളി കണ്ടിട്ട് തോമാച്ചൻ്റെ ഇരുന്ന് പറയുക. അതുകൊണ്ട് തന്നെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. മനസ്സിലായോ? പിടികിട്ടിയോ പറഞ്ഞേ? ആ, ഓ, പക്ഷേ ഈ സൺഡേ സ്കൂളിലെ ഈ തങ്കവാക്യ മത്സരം അങ്ങനെ ഒരു പരിപാടിയൊക്കെ മർത്തോമ സഭയുടെ സൺഡേ സ്കൂളിൽ അങ്ങനെ എങ്ങനെയൊക്കെ ശുപാർശ കേട്ടിരുന്നോ? ആ, പറഞ്ഞോ. പക്ഷേ ഈ മർത്തോമ സഭയുടെ സൺഡേ സ്കൂളുകളിലൊക്കെ ആ, അതുപോലെ ഈ ഈ തങ്കവാക്യ മത്സരം എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട്. ഉം. വാക്യങ്ങൾ പഠിച്ച് അതിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഫസ്റ്റ് അതുകൊണ്ട് ചെയ്യുന്നുണ്ട്? ഈ സായിപ്പ് ഗോൾഡൻ വേഴ്സ് എന്ന് പറഞ്ഞ് തങ്കവാക്യം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ വേഴ്സ് എന്ന് പറഞ്ഞ് ചില വാക്യങ്ങളെ ഇപ്പോൾ ഒരു പുസ്തകത്തിനകത്ത്, ഒരു അധ്യായത്തിനകത്ത് ഒരു വാക്യം, തങ്കവാക്യം, യോഹന്നാന്റെ സുവിശേഷം 3 അതിൻ്റെ 16, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതാണ് നൽകുവാൻ തക്കോണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. തങ്കവാക്യം അങ്ങനെ കുറെ ഹൈലൈറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. മാർത്തോമാ സഭ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഒരു സഭയല്ലേ. ഓക്കെ. പക്ഷേ അതിനൊരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ള ഈ കിസ് മത്സരത്തിൽ ഇപ്പോൾ സൺഡേ സ്കൂളിൽ പൊതുവേ എല്ലാ സൺഡേ സ്കൂളുകളിലും കിസ് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ അത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വാക്യങ്ങൾ മാത്രം എടുത്തിട്ട് ഡാഷ് ഇട്ടിട്ട് അല്ലെങ്കിൽ ABCD കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഫുൾ ബൈബിൾ ഓൺലി എന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ സുഭാഷ് ആദ്യം പറഞ്ഞു ഇതിനെ എങ്ങനെയാണ് പഠിക്കണേന്നുള്ളത് പറഞ്ഞു. പക്ഷെ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ മുൻപോട്ട് പോയാൽ അത് എങ്ങനെയാവും, ദൂഷ്യം എങ്ങനെയാണ് ആവുന്നത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ ആവാൻ പാടില്ല, അതിനെക്കുറിച്ചൊന്ന് പറയാം ഫാസ്റ്റ് ഇച്ചിരി ഒന്ന് ഇതായിട്ടൊന്ന്. ഫാസ്റ്റ് ആദ്യം പറഞ്ഞെങ്കിലും ഈ ഇങ്ങനെയുള്ള രീതികൾ നടക്കുവാണ് വീണ്ടും വീണ്ടും. കിസ് മത്സരങ്ങൾ അത് ബൈബിൾ ഓൺലി മാത്രം, ബൈബിൾ ഓൺലിയാണ് എടുക്കുന്നത്. ഫാസ്റ്റ് പറഞ്ഞാൽ പൊന്തിക്കോസുകാർ ബൈബിൾ കൊണ്ടുപോകും പോലെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് ബൈബിളാണ് ഈ സഭയുടെ അടിസ്ഥാനം, സഭയുടെ ആധാരം എന്നൊരു ചിന്ത വന്നതാണ്. അത് തെറ്റാണ്. ബൈബിളല്ല സഭയുടെ അടിസ്ഥാനം. ഇന്ന് അങ്ങനെയാണ് പറയുന്നത്. മെത്രാച്ചന്മാർ വരെ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അത് പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് ശേഷം പ്രൊട്ടസ്റ്റന്റുകാരുടെ ഒരു കാഴ്ചപ്പാടായിരുന്നു. കാരണം കത്തോലിക്ക സഭയിൽ മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം അവർക്ക് അതോറിറ്റി ഇല്ല. പോപ്പ് വാസ് ദ അതോറിറ്റി. അപ്പം അവർക്കൊരു എക്ലീഷ്യാസ്റ്റിക്കൽ അതോറിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ആധികാരികത എന്താ? നമ്മൾ സഭയിൽ നിന്ന് പോകുന്നു, അപ്പോൾ ബിഷപ്പല്ലേ സഭയുടെ അധികാരി. ഇപ്പം മാർട്ടിൻ ലൂതറും കൂട്ടരും കൈവിട്ട് നിൽക്കുകയാണ്. അപ്പം അവരുടെ കൂടെ ബിഷപ്പില്ല, കർദിനാളില്ല, പോപ്പില്ല. അപ്പോൾ അവർക്ക് എക്ലീഷ്യാസ്റ്റിക്കൽ അതോറിറ്റി സീറോയാണ്. അപ്പോൾ അവർ കണ്ടുപിടിച്ച സൂത്രമാണ് ദൈവവചനമാണ് നമ്മുടെ. അപ്പം ദൈവവചനം എവിടെ കിട്ടും? അതാണ് ഈ ബൈബിള്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബൈബിളാണ് നമ്മുടെ അതോറിറ്റി. അപ്പോൾ ഫൈനൽ അതോറിറ്റി, അൾട്ടിമേറ്റ് അതോറിറ്റി, അവർ ഫൗണ്ടേഷൻ. അപ്പോൾ ഫൗണ്ടേഷൻ ആൻഡ് അതോറിറ്റി എന്താണ്? ബൈബിളാണ്. പക്ഷെ അങ്ങനെയല്ല ബൈബിൾ തന്നെ. തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിൽ പൗലുസ്ലീഹ അർത്ഥശങ്കക്കിടയില്ലാതെ എഴുതുന്ന എന്താണ്? ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ് സത്യത്തിന്റെ വായും തൂണും അടിസ്ഥാനവും. അപ്പൊ സത്യത്തിന്റെ വായും തൂണും അടിസ്ഥാനവും എന്താണ്? ചർച്ചാണ്.
ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ആൻഡ് സെൻട്രൽ പില്ലർ ഓഫ് ട്രൂത്ത് ഈസ് ചർച്ച്, നോട്ട് ബൈബിൾ. ബൈബിൾ അല്ല, അത് സഭയാണ്. അപ്പൊ ആ സഭയുടെ അധികാരത്തിന് പകരം ബൈബിളിന്റെ അധികാരത്തെ കൊണ്ടുവച്ചത് പ്രൊട്ടസ്റ്റന്റുകാരാണ്. അവർ പിന്നെ അത് പ്രസംഗിച്ചു എല്ലാ സ്ഥലത്തും. ഈ പുസ്തകത്തിലുണ്ടോ, ഈ പുസ്തകത്തിലുണ്ടോ, ബൈബിളിലുണ്ടോ. ഇന്ന് ബൈബിളിലുണ്ടോ എന്ന് ചോദിച്ചാൽ പെന്തക്കോസ്തുകാർ ഗൂഗിളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം നടക്കും. അപ്പം ബൈബിളിലുണ്ടോ, ബൈബിളിലുണ്ടോ എന്ന് ചോദിച്ച് അത് നമ്മുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അബോധ മനസ്സിലും ഉപബോധ മനസ്സിലും എല്ലാം കയറി പിടിച്ച് നമ്മൾ എന്തായി മാറി? ബൈബിൾ മാനിയാക്സ് ആയി മാറി. ഇപ്പം യാക്കോക്കാരും ഇപ്പം ബൈബിളിലുണ്ടോ എന്ന് ചോദിക്കാം. അപ്പം അതുകൊണ്ട് ബൈബിൾ കിസ്, ബൈബിൾ സ്റ്റഡി, ബൈബിൾ ക്ലാസ് ഈ രീതിയിലേക്ക് മാറി. ചർച്ചിനാണ് അധികാരമുള്ളത്. അപ്പം പുതിയ നിയമം സ്ഥാപിച്ചു യേശു ക്രിസ്തു. എന്താണ് പുതിയ നിയമം സ്ഥാപിച്ചത്? പുതിയ നിയമം സ്ഥാപിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ആ വിശുദ്ധ കുർബാനയ്ക്ക് എന്ത് പ്രാധാന്യമാണ് പെന്തക്കോസിലുള്ളത്, ബ്രദറൻ സഭയിലുള്ളത്, പ്രൊട്ടസ്റ്റന്റുകാർക്കുള്ളത്? അപ്പം കർത്താവായ യേശു ക്രിസ്തു പുസ്തകം എഴുതാൻ കൽപ്പിച്ചില്ല. ആരോടും പറഞ്ഞില്ല, തോമാച്ച, ചെറിയാച്ച, കറിയാച്ച, യോനാച്ച, നിങ്ങൾ പുസ്തകം എഴുതണം. ആ പുസ്തകം പറഞ്ഞിട്ടില്ല. ആകപ്പാട് വെളിപാട് പുസ്തകത്തിൽ സ്വപ്നത്തിൽ യോഹന്നാന് എഴുതുക എന്നൊരു അരുളപ്പാട് കിട്ടിയെന്നുള്ളത് പറയുന്നതല്ലാതെ പുതിയ നിയമത്തിലെങ്ങും ഇത് എഴുതി വെക്കാനൊന്നും പറഞ്ഞില്ല. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ചത് വിശുദ്ധ കുർബാനയാണ്. അപ്പൊ വിശുദ്ധ കുർബാനയെ ചുറ്റിപ്പറ്റി സഭ രൂപപ്പെട്ട് വളർന്നു കഴിഞ്ഞ് പിൽക്കാലത്ത് ആ സഭയ്ക്കകത്ത് സഭയുടെ എഡിഫിക്കേഷനായിട്ടും എൻകറേജ്മെന്റിനായിട്ടും ഗൈഡൻസിനായിട്ടും കറക്ഷന് വേണ്ടിയൊക്കെ എഴുതപ്പെട്ട ചില ലിഖിതങ്ങൾ മുഴുവനൊന്നും കിട്ടിയിട്ടില്ല. കുറച്ചൊക്കെ എടുത്ത് സഭയുടെ ഓർമ്മയ്ക്ക് വേണ്ടി പിതാക്കന്മാരുടെ എഴുത്തുകൾ എന്ന നിലയ്ക്ക് മെമ്മോറിയൽ സ്ക്രിപ്റ്റേഴ്സ് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ദാറ്റ്സ് എ കളക്ഷൻ, കമ്പിലേഷൻ. ആ മെമ്മോറിയൽ സ്ക്രിപ്റ്റ് എന്ന നിലയ്ക്കാണ്, അല്ലാതെ ഇന്നും എന്നും എല്ലാ കാലത്തേക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും അല്ല. അങ്ങനെ ഒരു ഇരുമ്പലക്ക ക്രിസ്തീയ സഭയ്ക്കില്ല. അത് മുസ്ലിങ്ങൾക്കുണ്ട്, ഖുറാൻ. അവർക്കത് മാറ്റാൻ പറ്റാത്ത. അപ്പം നമുക്ക് ഖുറാന് തുല്യമായിട്ട് ഒരു ഇരുമ്പലക്കായിട്ട് ബൈബിളിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ കണ്ട കുഴപ്പത്തിൽ മുഴുവൻ എല്ലാവരും ചെന്ന് വിട്ടെ. ക്രിസ്ത്യാനികളാണെങ്കിൽ പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ, റാഷണലിസ്റ്റുകൾ ചോദിക്കുന്നു, ഫ്രീ തിങ്കേഴ്സ് ചോദിക്കുന്നു, എത്തീസ്റ്റ് ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ വരാതെ കൈകാലിട്ടടിക്കുകയാണ് പൊതുവേദികളിൽ. കാരണം എന്നാണെന്നറിയോ? ബൈബിളിനെ നമ്മൾ ഇരുമ്പലക്കായിട്ട് അവതരിപ്പിച്ചു, അംഗീകരിച്ചു മുസ്ലിങ്ങൾക്ക് തുല്യമായിട്ട്. പക്ഷെ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു പുസ്തകം യേശു ക്രിസ്തു കൽപ്പിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. നമ്മൾ വിശുദ്ധ കുർബാനയെ അധിഷ്ഠാനം, വിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റുമാണ് നമ്മുടെ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി വളരേണ്ടത്. മനസ്സിലായി ആ വ്യത്യാസം? ഓക്കെ ശുഭാഷ്, അടുത്ത ചോദ്യം മനോരഞ്ജൻ ചോദിക്കാം. അതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ പാസ്റ്റർ. ഈ രാവിലെ ഈ മർത്തോമ സഭയുടെ ഇതിലും കത്തോലിക്കയുടെയും അതുപോലെ തന്നെ യാക്കോബ എല്ലാത്തിലും ഈ മന്ന, തീ, അഗ്നി അങ്ങനെ പറഞ്ഞിട്ട് ഒരു സാധനം വരുന്നുണ്ട്. പാസ്റ്റർ കേട്ടോ? ശുഭാഷ് കേൾക്കാമോ? പറഞ്ഞു. ശുപാർശ ഈ മർത്തോമ സഭയുടെ അതുപോലെ തന്നെ കത്തോലിക്ക കരിസ്മാറ്റിക് ഇങ്ങനെയുള്ള പല കൂട്ടങ്ങളും ഇപ്പോൾ വീഡിയോ വിടുവാണ്. മന്ന, തീ, അഗ്നി, അതുപോലെ തന്നെ വചനോത്സവം, ഇങ്ങനെ പല സാധനങ്ങൾ രാവിലെ വരുമ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് ഇങ്ങനെ വരും. അതിൽ ഒരു വാക്യം എടുത്തിട്ടാണ് അവർ, ഒരു വാക്യം ഏതെങ്കിലും പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് പിന്നെ അങ്ങ് പറയുകയാണ്. അതുപോലെ തന്നെ കൺവെൻഷനുകളും ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു വാക്യം, പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു വാക്യം വെക്കും, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഒരു പുതിയ നിയമത്തിൽ ഒരു വാക്യം അങ്ങ് വെച്ചിട്ട് പിന്നെ അതിനെ വെച്ചിട്ടാണ് പറയണത്. പാസ്റ്റർ ഈ രീതിയെ മാറ്റി അത് ഓർത്തഡോക്സിയിലേക്ക് അതിനെ മാറ്റാനായിട്ട് സാധിക്കുമോ? അതിനെ മാറ്റാനായിട്ട് ഇപ്പൊ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ എന്നാ പറയുന്നത്, അതൊരു ബൈബിൾ പ്രസംഗം. ബൈബിളിൽ നിന്ന് ഒരു വാക്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തും പ്രസംഗിക്കാം. എന്ത് തോന്നിയാസം പ്രസംഗിക്കാനുള്ള വാക്യം ബൈബിളിലുണ്ട്. എന്ത് വേണ്ടെടുത്തു. അപ്പൊ അങ്ങനെ ഒരു ബൈബിൾ സ്റ്റഡി നടത്തുന്നതുകൊണ്ട് എന്താണ് അർത്ഥം? എന്തും പ്രസംഗിക്കാം. അപ്പൊ ബൈബിളിൽ നിന്ന് ഒരു വാക്യം എടുത്താൽ അത് കാട് കയറി അങ്ങ് പോകാമല്ലോ. പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് പനിയായിരുന്നു. സ്തോത്രം. പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് പനിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ അല്ല, യോഹന്നാന്റെ അല്ല, ഫിലിപ്പോസിന്റെ അല്ല, അന്ത്രയോസിന്റെ അല്ല, പത്രോസിന്റെ അമ്മായിമ്മയ്ക്കായിരുന്നു പനി. ചിന്തിക്കണമേ, ചിന്തിക്കണമേ, അമ്മാമേ, അമ്മാമേ, ഓർക്കണമേ, പത്രോസിന്റെ അമ്മായിമ്മയ്ക്കായിരുന്നു. ചിന്തിക്കണമേ. അപ്പൊ ഇങ്ങനെ ഇരുന്ന് പറയുക, പത്രോസിന്റെ അമ്മായിയമ്മയ്ക്കായിരുന്നു പനി, പത്രോസിന്റെ അളിയനല്ലായിരുന്നു. ഓർക്കണേ, പത്രോസിന്റെ അമ്മാച്ചനല്ലായിരുന്നു, പത്രോസിന്റെ അമ്മയ്ക്കല്ലായിരുന്നു, ഭാര്യയ്ക്കല്ലായിരുന്നു, പത്രോസിന്റെ മകക്കല്ലായിരുന്നു. പത്രോസിന്റെ ആർക്കായിരുന്നു? അമ്മായിയമ്മയ്ക്ക്. കയ്യുർത്തി സ്തോത്രം ചെയ്താട്ടെ. പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് പനിയായിരുന്നു, അതിസാരമല്ലായിരുന്നു. സ്തോത്രം ചെയ്താട്ടെ അമ്മാമേ. ക്യാൻസർ അല്ലായിരുന്നു കേട്ടോ, തളർവാദമല്ലായിരുന്നു. എന്തായിരുന്നു?
പനിയായിരുന്നു. പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് പനിയായിരുന്നു. ആകുമെന്നല്ല കേട്ടോ, ആയിരുന്നു. ഇങ്ങനെ ബന്ധുക്കോസാർ എന്താ അവർ പറയുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. ഇങ്ങനെ ഇത് പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് പനിയായിരുന്നു, ഏ, ആ പടകിൽ മീൻ നേറി, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിങ്ങനെ സമയം കളയുക എന്നുള്ളതല്ലാതെ സത്യവിശ്വാസം ആരും പറയുന്നില്ല. ഞാനും കേൾക്കുന്നുണ്ട് ഈ യാക്കോബായിലെ അച്ഛന്മാരുടെ പ്രസംഗത്തിൽ പലതും പറയുന്നുണ്ട്. കേട്ടോ അമ്മാമേ, കേട്ടോ, സൂക്ഷിച്ചോണേ, നല്ല റബ്ബർ തോട്ടം അവിടെ ഉണ്ടായിരുന്നു, എവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ ആളുകളെ വൈകാരികമായിട്ട് ഇളക്കി പിടിക്കുക. നമുക്ക് പത്രോസിന്റെ അമ്മയ്ക്ക് പനിയായിരുന്നോ? ഇത് സുഭാഷ്, ഈ കൺവെൻഷൻ നടക്കുമ്പോഴേ ഈ കൂദാശകളെ കുറിച്ച് പാസ്റ്റർ പറഞ്ഞ പോലെ ഇപ്പൊ അഫ്രയത്ത് ഒരു പിതാവിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ കൂദാശകളെ കുറിച്ച്, പിതാക്കന്മാരെ കുറിച്ച്, അങ്ങനെ ഒരു സെക്ഷൻ വെച്ചിട്ട് ഇപ്പൊ മണർകാട് പള്ളിയിൽ ഒരു യോഗം നടക്കുക, കോതമംഗലം പള്ളി നടക്കുക, കുറുപ്പുംപടി പള്ളി നടക്കുക. ഈ കൂദാശകളെ കുറിച്ച് 5 ദിവസം അവർ നടത്തുമ്പോൾ അങ്ങനെ നടത്താൻ പറ്റുമോ? അങ്ങനെ കുഴപ്പമുണ്ടോ? അത് ആ കൺവെൻഷൻ വേദിയിൽ അത് പ്രസംഗിച്ച് അങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല. ഇല്ല, ഇല്ല, ഇല്ല. ചന്ത നോക്കി ചരക്കിറക്കുക എന്ന് പറയും. അപ്പൊ ഈ ചന്തയ്ക്ക് പറ്റിയ ചരക്കേ ഇറക്കാൻ പറ്റുള്ളൂ. പിടികിട്ടിയോ? അപ്പൊ അത് ചന്ത ഏതാണ്? അപ്പൊ ജനങ്ങൾ അടിസ്ഥാനപരമായിട്ട് രൂപാന്തരപ്പെടുകയും ആ ജനങ്ങൾക്ക് തങ്ങളുടെ പിതാക്കന്മാരെ പറ്റിയും തങ്ങളുടെ സത്യവിശ്വാസത്തെ പറ്റിയും കേൾക്കണമെന്നുള്ള ആഗ്രഹം, അതായത് കർണരസമാകുമാറ് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇച്ചിങ് ഇയേഴ്സുമായിട്ട് ആളുകൾ ഇരിക്കുകയാണ്. അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ്? അവർക്കുണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ഭദ്രത, സാമ്പത്തിക സൗഭാഗ്യം, അനുഗ്രഹങ്ങൾ, ഉയർച്ചകൾ, ഉം, വളർച്ച, പ്രൊമോഷൻസ്, ട്രാൻസ്ഫർ, അഡ്മിഷൻ, വീസ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർ കേൾക്കാനിരിക്കുന്നത്. അപ്പൊ അതിന് പറ്റിയ സാധനങ്ങൾ, വിടുതൽ, വിടുതൽ, ശക്തി, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ചന്ത നോക്കി വേണ്ട ചരക്കിറക്കാൻ. ഇപ്പം നമ്മൾ ചന്ത വിൽക്കുകയല്ലാത്ത സാധനം കൊണ്ട്, ഇപ്പം ഞാൻ പറയാം, പാലക്കാട്ട് ബ്രാഹ്മണന്മാർ തന്നെ താമസിക്കുന്ന ഒരു സ്ഥലത്തുണ്ട്. ഇപ്പം ബ്രാഹ്മണന്മാർ ഇറച്ചി മേടിക്കുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ ഇപ്പൊ പോത്തിറച്ചിയുടെ കട തുടങ്ങിയാൽ വിജയിക്കും. ഇപ്പൊ ചിലപ്പോൾ വിജയിക്കുമായിരിക്കും. ഇപ്പൊ ബ്രാഹ്മണന്മാരും കണക്കാ ഒതുക്കത്തിൽ മേടിക്കുമായിരിക്കും. പക്ഷെ ഒരു പഴയ ഒരു കോൺസെപ്റ്റ് വെച്ച്, അല്ല പോട്ടെ, മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്ത് നമ്മൾ പന്നിയിറച്ചി വിൽക്കുന്ന ഒരു കട തുടങ്ങിയിട്ട് കാര്യമുണ്ട്. അപ്പൊ അവിടെ ആട്ടിറച്ചിയാണ് വിജയിക്കും. അപ്പൊ ചന്ത നോക്കി വേണം എന്ത് ചെയ്യാൻ, ചരക്കിറക്കാൻ. അതിപ്പോ ഇവർക്കറിയാം, ഇവര് ചന്ത നോക്കിയാൽ ചരക്കിറക്കുന്നത്. ഇവരുടെ ചന്തയിൽ വരുന്ന ആളുകൾ മുഴുവൻ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ചരക്കാണ് ഇവർ കൊടുക്കുന്നത്. ഇപ്പൊ ആ ചന്തയെ കൊണ്ട് തോമാച്ചൻ ഈ പറഞ്ഞ പോലെ കൂദാശയുടെ കാര്യമോ കുർബാനയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തോമാച്ചന്റെ ചരക്ക് വിൽക്കത്തില്ല. മനസ്സിലായോ? ചെറിയാച്ചൻ വന്നിരിപ്പുണ്ട് കേട്ടോ. മലയാളി ചേട്ടാ ചോദിച്ചതാ. ഷുജ, എന്താ, ചരിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ശിവചാൻ പറഞ്ഞു. ഇത് പഠിക്കേണ്ട ഒരു ലൈനപ്പ് എങ്ങനെയാണെന്നൊന്ന് പറയാൻ സാധിക്കും? പ്രത്യേകിച്ച് സഭയുടെ ചരിത്രം പഠിക്കേണ്ട ഒരു ലൈനപ്പ്. സഭയുടെ ചരിത്രം പഠിക്കേണ്ട ക്രോണോളജി ഞാനിപ്പോ അതിനൊരു നട്ട്ഷെല്ല് പറയണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? നമ്മള് കുട്ടികളെ കുറിച്ചൊക്കെയാണല്ലോ ശിവച്ച ഉദ്ദേശിക്കുന്നത്. ഈ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ എന്ന ഒരു കൺസെപ്റ്റിലാണല്ലോ ചർച്ച പോകുന്നത്. അപ്പൊ ഈ കുട്ടികളോട് ഈ നമുക്ക് അതിന്റെ ഒരു കുട്ടികളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നതാ? നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ നോക്കുക, ഇന്നത്തെ കുട്ടികൾ. ഇപ്പം ഞാനൊരു വീഡിയോ കണ്ട് അന്തിച്ചിരിക്കുക. ഒരു 3 വയസ്സ് കാണും ആ കൊച്ചിന്. ആ കൊച്ചൊരു സിനിമയിൽ ഒരു 70 വയസ്സുള്ള ഒരാളുടെ ഡയലോഗ് എത്ര അനായാസമായിട്ടാണ് ലിപ്സിങ് ചെയ്ത് പറയുന്നത്. ആ ആക്ഷനും എല്ലാം കാണണം. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കുട്ടികളെന്ന് പറയുന്ന സംഗതിയൊക്കെ വളർന്നു. അവർ തലമുറ മാറുമ്പോൾ അവരുടെ കഴിവ്, ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഒക്കെ വളർന്നു. ഇപ്പം പിള്ളേരെ ഇപ്പം എന്ത് പഠിപ്പിച്ചാലും പഠിക്കും. ഇപ്പം പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിയാണ്. അപ്പൊ അത് അവരുടെ തന്നെ എന്റെ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ദിവസം ഒരു കുടവേറുള്ള അച്ഛൻ കിടന്ന് ചാടുന്ന കണ്ടു. പറന്നു പറന്നു പോകാം നമുക്ക് പറന്ന്, എന്നിട്ട് ഒരുമാതിരി വൃത്തികെട്ട ഡാൻസ്. ഈ ഇറച്ചിക്കടയില് ഈ ഇറച്ചി ഇങ്ങനെ ആടുന്ന പോലെയുണ്ട്. ഒരു ഭംഗിയില്ല. ഇയാള് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ചാടാൻ. കുറച്ച് അമ്മാമ്മമാരും നിന്ന് ചാടുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഫെയ്ത്ത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു കഷ്ടപ്പെടുക. ആക്ഷൻസോ അങ്ങേയറ്റം അപഹാസ്യമാണ്. സത്യവിശ്വാസം പഠിപ്പിക്കാൻ ഇങ്ങനെ എന്തിനാ ഡാൻസ് ചെയ്യുന്നത്? ഡാൻസ് ചെയ്യണമെങ്കിൽ പിള്ളേർ എയറോബിക്സിന് പോട്ടെ, ഡാൻസ് ചെയ്യട്ടെ, ബോഡി നന്നാക്കട്ടെ, മനസ്സ് നന്നാക്കട്ടെ. സത്യവിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഈ അച്ഛൻ കടന്ന് കുത്തി പറയേണ്ട കാര്യമുണ്ടോ? അത് കണ്ടിട്ട് മെത്രാച്ചന് പോലും ബുദ്ധിമുട്ടില്ല. എടാ ഇതിന്റെ ആവശ്യമില്ല, അടങ്ങിയില്ലാന്ന് പറയുന്നില്ല. അങ്ങനെയെങ്കിലും ഇത് ശല്യം ഒഴിഞ്ഞു പോകുന്ന ഒഴിഞ്ഞു പോട്ടെന്നുള്ള. കാരണം എന്തെങ്കിലും ചെയ്യട്ടെ, ടൈം പാസ്.
എന്ന് പറഞ്ഞാൽ VBS എന്ന് പറഞ്ഞു 10 ദിവസം എങ്ങനെയാലും ഈ മുടിഞ്ഞവന്മാര് 10 ദിവസം ഉന്തി ഉരുട്ടട്ടെ. അല്ലാതെ ഒരു കാഴ്ചപ്പാടും ഇല്ല, ഒരു ദർശനവും ഇല്ല, ഒരആശയവും ഇല്ല, ഒരഭിപ്രായവും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു സിലബസും അത് സിസ്റ്റമായിരിക്കണം. നമ്മൾ ഇന്നതാണ് 10 ദിവസം കൊണ്ടുവരും. ആ കാര്യം മുസ്ലിങ്ങളെ നോക്ക്, അവരവരുടെ ആളുകളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അവരെവിടെയെങ്കിലും ആക്ഷൻ സോങ് കളിക്കുന്നുണ്ടോ? ഉണ്ടോ? അവരാണും പെണ്ണൂടെ കൈകൊട്ടിക്കളി നടത്തിയിട്ടാണോ വിശ്വാസം? എന്നിട്ട് ഈ കൈകൊട്ടി പാടുന്നവൻ അടുത്ത കൊല്ലം ഇല്ല, അടുത്ത കൊല്ലം അവൻ എന്ത് ചെയ്യും? പിന്നെ ജിഹാദിയുടെ കൂടെ പോയെന്ന് കേൾക്കും. ഈ ആക്ഷൻ സോങ് പഠിച്ചു വരും. കാരണം ആക്ഷൻ സോങ് പഠിച്ചൊരു ഉപദേശം പഠിച്ചില്ല, തിയോളജി പഠിച്ചില്ല. കോളേജിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ദാവാപ്രവർത്തകൻ വന്ന് ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ഉത്തരം അറിയത്തില്ല. നിങ്ങൾക്ക് ദൈവം 3 ആണോ 4 ആണോ എന്ന് ചോദിക്കുമ്പോൾ 5 ആണോ 6 ആണോ അറിയത്തില്ല. കൊന്നാ നിന്റെ കൂടെ പോയെന്നാ പോയേക്കാം. മനസ്സിലായില്ലേ? സൂസമ്മ സൈനബിയായി മാറാൻ 5 മിനിറ്റ് മതി. മാത്യു മൊയ്തീനായി മാറും. അപ്പൊ ഇവരെന്തിനാ ഈ ആക്ഷൻ സോങ് നടത്തുന്നത്? അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ അതാണ് ചെയ്യിപ്പിച്ച. അപ്പൊ ഈ ഹിസ്റ്ററി എവിടെ നിന്ന് മുതലാണ് പഠിച്ചു തുടങ്ങേണ്ടത്? ഏത് കാലഘട്ടം മുതലാണ് കുട്ടികളെ നമ്മൾ ഹിസ്റ്ററി പഠിപ്പിച്ചു തുടങ്ങേണ്ടത്? കാരണം ഹിസ്റ്ററി സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ, പിള്ളേർ എന്തും പഠിക്കും. കൊച്ചു പിള്ളേർ, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇത് പിള്ളേർക്ക് ഇറ്റ് ഈസ് ടു ഹാർഡ് ഫോർ ചിൽഡ്രൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നവരൊന്നുമല്ല. പിള്ളേരൊന്നും പഴയ പിള്ളേരല്ല, പഴയ കൊച്ചിയല്ല എന്ന് പറയുന്നില്ലേ? എന്ന് പറഞ്ഞാലേ പിള്ളേരൊന്നും അങ്ങനെ തീരെ പിള്ളേരൊന്നും അല്ല. മനസ്സിലായില്ലേ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു വേണേ മനോലിന് ഗൈനക്കോളജിക്ക് ട്യൂഷൻ തരും. മനോലിന് ചോദിച്ചു നോക്ക്, പിള്ളേരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ക്വസ്റ്റ്യന്റെ ഡെപ്ത് എന്ന് വെച്ചാൽ അപ്പൊ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? കുട്ടികളെന്ന് പറയുന്ന ആ സബ്ജക്ട് വിട്ട് കഴിഞ്ഞാൽ ഹിസ്റ്ററി പഠിച്ചു തുടങ്ങേണ്ടത് തുടങ്ങേണ്ടത് എവിടെയാന്നുള്ളത് നമ്മുടെ മെത്രാച്ചന്മാർക്കൊക്കെ അറിയാമല്ലോ. അവരൊക്കെ നല്ല പണ്ഡിതന്മാരാണ്. ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലല്ല. മനോലിന് ഞാനാണ്ട് നിസ്സാരമായിട്ട് എടുത്തത്. ഇവരൊക്കെ ഒന്നാമത് ഇവര് കല്യാണം കഴിച്ചിട്ടില്ല, കുടുംബമില്ല. ഇവര് വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ളവരാണ് ഇവരെല്ലാം. ഞാൻ ഈ പല മെത്രാച്ചന്മാരോട് സംസാരിക്കുന്ന നമ്മൾ അത്ഭുതപ്പെട്ടു. എന്തോ ഒരു അറിവാണെന്നറിയോ അവർക്ക്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും വളരെ ഡീപ്പായിട്ടും ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നവരാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഈ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവർ വില്ലിന്റെ വളവ് പോലെ അമ്പിന്റെ പാച്ചില്. വില്ല് വളയുന്നില്ലെങ്കിൽ അമ്പ് പായത്തില്ല. അപ്പൊ മെത്രാച്ചൻ എവിടെ ഇരിക്കും? നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇതൊക്കെ ചെയ്യും. ഇതിനൊക്കെയുള്ള ഭയങ്കര കഴിവുള്ള മെത്രാന്മാരാണ് നമ്മുടെ സഭയിലുള്ളത്. അല്ലാതെ കഴിവില്ലാത്തവരാരുമില്ല, അറിവില്ലാത്തവരുമില്ല. നിങ്ങൾ ചുമ്മാ കല്യാണം നടത്താനും കാവടി ആടാനും മാത്രം ഇവരെ എഴുന്നള്ളിക്കുന്നു. അതുകൊണ്ട് ഇവരിങ്ങനെ എഴുന്നള്ളത്തിന് വരുന്ന ഈ വേഷം ഇട്ട് മാലയിട്ട് ഇങ്ങനെ എഴുന്നള്ളിച്ച് പോകുന്നു. മെത്രാച്ചന്റെ പ്രൈമറി നിയോഗം പഠിപ്പിക്കുക എന്നുള്ളത്. ടീച്ചിങ് അച്ഛന്മാർക്കല്ല, ടീച്ചിങ്ങിന്റെ അതോറിറ്റി മെത്രാനാണ്. മെത്രാൻ പഠിപ്പിക്കേണ്ടവനാണ്, അവന്റെ ജോലി അതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ മെത്രാന്മാരുടെ ജീവകാലത്ത് ഒരിക്കലും അതിനുള്ള ഒരവസരവും ഇല്ല. മെത്രാന്മാരിങ്ങനെ വെറുതെ പിന്നെ കായ്ക്കാതെ കൊഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെത്രാനാകുന്നു, വേഷം ഇടുന്നു, കുറെ കാലം കഴിയുന്നു, കുർബാന ചൊല്ലുന്നു, ആള് കാലം ചെയ്യുന്നു, എല്ലാവരുടെ കുന്തിരിക്കയിട്ട് മൂടുന്നു, അടുത്ത മെത്രാൻ വരുന്നു, ഇങ്ങനെ വന്നു. ഇവരൊക്കെ അവരെക്കുറിച്ചുള്ള ദൈവോദേശം ചർച്ചിനെ ടീച്ച് ചെയ്യുക എന്നുള്ള അത് നടത്താൻ അവർക്ക് അവസരമുണ്ടോ? യാക്കോബായ സഭയിൽ അതിനുള്ള അവസരമുണ്ടോ? ഏതെങ്കിലും ഭദ്രാസനക്കാരത് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും പള്ളിക്കാരത് ചെയ്യുന്നുണ്ടോ? തിരുമേനി ഞങ്ങളുടെ പള്ളി വരണം, 2 ദിവസം താമസിക്കണം, ഞങ്ങളെ സത്യവിശ്വാസം പഠിപ്പിക്കണം. ഏതെങ്കിലും പള്ളിക്കാരൻ ചെന്നൊരു തിരുമേനി വിളിക്കുന്നുണ്ടോ? വിളിച്ചാൽ ഈ തിരുമേനി ഇങ്ങനെ ഒരു വിളിയാക്കാൻ കാത്തിരിക്കുക. തിരുമേനി പറഞ്ഞ പെണ്ണിന്റെ കല്യാണം, എന്നിട്ട് കെട്ടിക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. അച്ഛൻ കെട്ടിക്കും, തിരുമേനി നോക്കിക്കൊണ്ട് നിന്നോണം സൈഡിൽ. ആട്ടടാ മോനെ ഞാൻ വരാം. ഇതന്നെയല്ലേ വിളിക്കുന്നുള്ളൂ, അല്ലേ? ഈ 19ാം നൂറ്റാണ്ടിന് ശേഷം പ്രൊട്ടസ്റ്റന്റ് പെന്തിക്കോസ്ത് വിശ്വാസങ്ങളിൽ നിന്ന് സഭയ്ക്കുണ്ടായ അപജയവും ചരിത്രത്തിന്റെ ഭാഗമല്ലേ? അതും പഠിപ്പിക്കേണ്ടതല്ലേ? അത് പഠിപ്പിക്കേണ്ടതല്ലല്ലോ. അതെന്തിനാ പഠിപ്പിക്കുന്നത്? അവയർനെസ് എന്ന നിലയിൽ അതുകൊണ്ടുണ്ടായ സഭയ്ക്കുണ്ടായ നഷ്ടം, അല്ലെങ്കിൽ സഭയുടെ സത്യവിശ്വാസ പുരോഗതിക്ക് അത് ട്രീറ്റ് ചെയ്യണം, അതിനെ ഹീൽ ചെയ്യണം. ഇപ്പം ഒരാളൊരു ബൈക്കിൽ പോയി അയാൾക്ക് അപകടം ഉണ്ടായി, അപ്പോൾ കാലൊടിഞ്ഞെങ്കിൽ കാല് വെച്ച് കെട്ടണം. ബൈക്കിന് കേട് വന്നിട്ടുണ്ടെങ്കിൽ ബൈക്ക് നന്നാക്കണം. അതിനൊപ്പിച്ച് നമ്മൾ ആ ബൈക്ക് അപകടം എങ്ങനെ ഉണ്ടായി അതേപ്പറ്റി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് കാര്യം. 19ാം നൂറ്റാണ്ടിൽ പണി കിട്ടിയെങ്കിൽ അല്ല, അതുകൊണ്ടുള്ള ദോഷം അതൊരു അവയർനെസ് ആയിട്ട് കൊടുക്കേണ്ടതല്ലേ? അതുകൊണ്ട് ഇത്ര ദോഷങ്ങൾ നമുക്ക് ഉണ്ടായി എന്നും സമൂഹം പുറകിലേക്ക് പോയി എന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കേണ്ടതല്ലേ? ഇവിടെ ഈ കേരളത്തിലെ സഭാ പ്രശ്നങ്ങളെല്ലാം കൂടെ കൂടി നമ്മള് പാലക്കുന്ന് തത്താനാസിന്റെ ഉൾപ്പെടെയുള്ള കഥകള്
നമ്മള് പലപ്പോഴും ഇവിടെ പഠിപ്പിച്ചു. അതുകൊണ്ട് എന്ത് ഗുണം കിട്ടി? എന്തേലും ഗുണം കിട്ടി? പക്ഷെ ആ സമയത്ത് യഥാർത്ഥത്തിൽ അത് ഇഷ്ടമില്ലാത്ത കാരണം ഇവിടുത്തെ ഈ വട്ടിപ്പണം കൊട്ടിപ്പണം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കേസ് കെട്ടുകളാണ് ഈ പഠിപ്പിച്ചത്. ഇവരെന്തെങ്കിലും ഒരു സത്യവിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു സഭകൾ ഇവിടെ സെപ്പറേറ്റഡ് ആയത്. നമ്മുടെ യഥാർത്ഥ പിതാക്കന്മാരെ പറ്റി നമ്മൾ ഒന്നും പഠിപ്പിച്ചില്ല. ഒന്നും പഠിപ്പിച്ചില്ല. യഥാർത്ഥ സത്യവിശ്വാസം എന്താണെന്നും പഠിപ്പിച്ചില്ല. അപ്പം വെറുതെ ഇനിയിപ്പം എവര് പിരിഞ്ഞു പോയതിന്റെ കഥയും കൂടെ ഇനിയും പഠിപ്പിച്ചിട്ട് അന്നേരം അവർ അതിൽ അട്രാക്റ്റഡ് ആയി പോകും. സോ വി ഷുഡ് ടോക്ക് ടു നമുക്ക് എന്താണ് പറയേണ്ടതെന്ന് ആ ഏരിയയിലായിരിക്കും കോൺവെർസേഷൻ പോകുന്നത്. അല്ലാതെ ഇനി മറ്റവന്റെ കഥ പഠിപ്പിക്കുന്നത് വേസ്റ്റ് ആണെന്നാണ് എന്റെ അഭിപ്രായം. അതെ, അത് കറക്റ്റാണ്. നമ്മളിപ്പോ അതൊന്നും പറഞ്ഞിട്ട് ഇനിയത്തെ കാര്യമില്ല. കാരണം നമ്മളൊരു പ്രാവശ്യം ഇപ്പൊ നമ്മൾ കുറ്റം പറയുവാണെങ്കിൽ നമ്മൾ അന്നേരം അത് പോയി സെർച്ച് ചെയ്യും. പിന്നെ അതിന്റെ ഡീപ്പ് പോകും, പിന്നെ അതിന്റെ ഡീപ്പ് പോകും, പിന്നെ അതെന്താന്ന് തപ്പാൻ പോകും. അങ്ങനെയാണ് സമയം പോകുന്നത്. നമ്മുടെ ഈ മലങ്കരയിലെ ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഡിവിഷൻസ് നമ്മൾ പഠിക്കുമ്പം ഈ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അവമതിപ്പേ തോന്നത്തുള്ളൂ. നമ്മുടെ സഭയെന്ന് പറഞ്ഞ സ്ഥിരം വഴക്കാളികളുടെയും പ്രശ്നക്കാരുടെയും ഒക്കെ ഒരു കൂട്ടായ്മയായിട്ട് തോന്നും. അപ്പം നമ്മളെ ഈ പഠിക്കുന്ന ആളെ പ്രൗഡാക്കുന്ന ചരിത്രം നമുക്കുണ്ട്. ഗൂസ് ബംസ് കൊണ്ടുവരുന്ന സത്യവിശ്വാസത്തിൻ്റെ വീരന്മാരുടെ ചരിത്രങ്ങൾ, ധീരമായ ചരിത്രങ്ങൾ, ഇതൊക്കെയല്ലേ പഠിപ്പിക്കണ്ടേ? അതിന് പകരം നമ്മൾ ഈ വൃത്തികെട്ട കഥകളും ഈ മലങ്കര ചർച്ച് ഡിസ്പ്യൂട്ട് ഡിവിഷൻസ് ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് തന്നെ അവമതിപ്പേ തോന്നത്തുള്ളൂ. മനസ്സിലായോ മനോലിന്? അപ്പൊ എന്റെ ഞാൻ മോനൊക്കെ അതിന്റെ ആ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അവൻ ചോദിച്ചു, ഇതൊക്കെയാണോ നമ്മൾ ചർച്ച എന്താ ആ പറയുന്നത്? അത് അത് ഞാൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ചോദ്യത്തിൽ ഞാൻ സൂചിപ്പിച്ചത് അതാണ്. ഈ ലൈനപ്പ് ഹിസ്റ്ററി എങ്ങനെയാണ് ലൈനപ്പ് ചെയ്ത് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. അത് ഷിബിച്ചാൻ പറഞ്ഞത് സിലബസ് സംവിധാനം വേണം എന്നതാണ് ഷിബിച്ചാൻ അതുകൊണ്ട് പറഞ്ഞു വെച്ചത്. ഓക്കെ ഷിബിച്ച, എന്റെ ക്വസ്റ്റ്യൻസ് ഏകദേശം തീർന്നു. ശിവശ ഒരു ഈ അപ്പൊ ഈ വ്യാജ ചരിത്രം എഴുതി പിടിപ്പിക്കുന്നത് നമ്മുടെ പിള്ളേർ ഈ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് യൂത്തൊക്കെ വായിച്ച് അങ്ങനെ വല്ലതും അങ്ങനെ വന്നാൽ എന്താ അവസ്ഥ? അതെല്ലാം നമുക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതൊന്നും നമ്മുടെ ഒരു മെയിൻ വിഷയം അല്ലല്ലോ. അതൊക്കെ ഈസിക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാമല്ലോ. അതൊരു കോർ സബ്ജക്റ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? കോർ സബ്ജക്റ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് വ്യാജ ചരിത്രം എത്ര കാലം നിലനിൽക്കും? കുറച്ച് കഴിയുമ്പോൾ ആളുകൾ ഇതിന്റെ സത്യം അല്ല, മനസ്സിലാക്കുകയില്ല. നമ്മുടെ ഈ സൺഡേ സ്കൂൾ സിലബസ് മൊത്തം നോക്കിയാൽ അത് പറയാം, ഇംഗ്ലീഷിൽ വേണേൽ ക്രാപ്പ് എന്ന് പറയാം, അല്ലാതെ ഒന്നുമില്ല. ടോട്ടൽ 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 വേസ്റ്റ് ആണ്. അതെങ്ങും എത്തിക്കുന്നില്ല, ഒരു പ്രയോജനമില്ല. പിന്നെ നമുക്കൊരെണ്ണം വേണമല്ലോ. എല്ലാവരും സൺഡേ സ്കൂൾ, അപ്പൊ എല്ലാവരും നെല്ല് ഉണക്കുമ്പോൾ കുരങ്ങൻ വാൽ ഉണക്കുമെന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേന്ന് ഓർത്ത് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക എന്നുള്ള പഴഞ്ചൊല്ലൊക്കെ ഇവിടെ വെക്കും. മനസ്സിലായോ? അതാണ് സംഭവിക്കുന്നത്. അതായത് പിള്ളേർക്ക് ആ ഒരു പിതാക്കന്മാരെ പറ്റിയോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റിയോ സെയിൻസിനെ പറ്റിയോ ഉള്ള ഒരു സ്നേഹവും വരുന്ന രീതിയിലല്ല നമ്മൾ ഇപ്പൊ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ പണ്ട് ശിവച്ചാൻ പറഞ്ഞത് തുടക്കം ഇപ്പോഴും ആദാം പഴം പറിച്ചതിന്റെ അവിടെ കിടക്കുക നമ്മള്. ആ പഴം പറിച്ച് പിന്നെ പ്രശ്നമായി. അത് കഴിഞ്ഞോടുകൂടി സംഗതിയെല്ലാം കയ്യിൽ നിന്ന് പോയി. അപ്പൊ അത് തീരണം, മാറണം, സെൻട്രലിലേക്ക് മാറ്റണം. അല്ലെ, ക്രൈസ്റ്റ് സെൻട്രിക് ആയിട്ട് ക്രിസ്മസിലേക്ക് മാറണമെന്ന് ചോദിച്ചാൽ വേണ്ടി പറഞ്ഞില്ലായിരുന്നു? അതെ അതെ, അങ്ങനെയാ പറഞ്ഞത്. ക്രിസ്മസ് ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ തിയോളജികൾ പിന്നെ പഠിപ്പിക്കാം, ബൈബിള് പഠിപ്പിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വേണം തോന്നാൻ. അതൊരു നാലാമത്തെ പരിഗണനയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പൊ ഹിസ്റ്ററി, തിയോളജി, ലിറ്റർജി, ഈ മൂന്നെണ്ണത്തിനാണ് പറഞ്ഞത്. നാലാമത് വേണം ബൈബിള് വെക്കാം. പക്ഷെ അത് ഫോർത്ത് പ്രയോറിറ്റി വരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ കൂദാശയിലൊക്കെ ബൈബിള് അപ്പൊ ഇവരിങ്ങനെ സെപ്പറേറ്റ് ഉണ്ടോ ഇല്ല എന്ന് പറയും, അതാണോ ഈ സെപ്പറേറ്റ്
എടുത്തോളാണ്. ഈ കൂതാശകളിലൊക്കെ ബൈബിളിലുള്ള കാര്യങ്ങൾ ഉണ്ടോ അങ്ങനെ? ഇല്ലാതെ വല്ലതും ഉണ്ടോ? അതിനകത്ത് മുഴുവൻ ബൈബിൾ വാക്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ്, അതല്ലേ. സെപ്പറേറ്റ് പഠിക്കേണ്ട കാര്യമില്ല ശരിക്കും. ഇങ്ങനെ ഇല്ല, ബൈബിൾ വേറെ ഓൺലി വേണം. എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു സദ്യക്ക് എന്ന് കഴിയുമ്പം ആ ടേബിളെ വേറെ തേങ്ങ എടുത്ത് വെക്കണോ? അതിനകത്തെല്ലാം തേങ്ങയുടെ അംശങ്ങളുണ്ടല്ലോ ഈ കറിക്കകത്തും എല്ലാത്തിനകത്തും ഇല്ലേ? നിങ്ങൾ ഏതെല്ലാം വീട്ടിൽ ഇതുവരെ സദ്യക്ക് എന്നിട്ട് 2 തേങ്ങയും കൂടെ മേശപ്പുറത്ത് വെക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ഇല്ല ഒരു ഇല്ല. ബൈബിളിന്റെ ആവശ്യമില്ല സഭയില്. എന്തിനെങ്കിലും ഒരു ബൈബിൾ എടുത്തുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. കാരണം അത് ഒന്നും രണ്ടും പറഞ്ഞ് എപ്പം വേണമെങ്കിലും തേങ്ങ കൊണ്ടൊരു അടി ഉണ്ടാവും. തേങ്ങ വെച്ച് തലക്കടിച്ചു. അതുകൊണ്ടാണ് ഈ പ്രൊട്ടസ്റ്റന്റ് സഭകൾ പിരിഞ്ഞ് പിരിഞ്ഞ് പോകുന്നത്. കാരണം ഈ തേങ്ങയ്ക്ക് തലക്കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് 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 ബൈബിള് കാരണമാണ് ഡിവിഷൻസ്. 30,000 കഷ്ണമായി പോയത് ബൈബിളാണ് ഡിവൈഡ് ചെയ്തത്. മനസ്സിലായോ? ഇഷ്ടമുള്ളവരെ എടുത്ത് യുദ്ധം ചെയ്യുക വാക്യങ്ങൾ അതാ. അല്ലേ? ബൈബിൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻസ് ഉണ്ടാവും. ഓക്കെ. ഷിബാസ്, ചെറിയ മനുവൽ ചേട്ടാ. നിങ്ങളുടെ ഓക്കെ. ചോദ്യങ്ങൾ അവസാനിച്ചോ? ഓക്കെ പാസ്റ്റർ, ഇനി അടുത്ത സെക്ഷൻ ഒരു പ്രാവശ്യം കൂടി വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ എല്ലാവർക്കും നന്ദി. മനോലും കുഞ്ഞച്ചൻ, നന്ദി തോമസ്, ഷിബിച്ച, നന്ദി നന്ദി. ചെറിയാൻ ജേക്കബ്, എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്നവർക്കും നന്ദി. ഓക്കെ. തുടർന്നും ഈ തോമാച്ചന്റെ കുലിസിതങ്ങൾ തുടരും എന്നറിയിച്ചുകൊള്ളു.